നമസ്കാരം. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ വീടുകൾ ഉൾപ്പെടെ 12 ഇടങ്ങളിൽ നടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ റെയ്ഡ് കേരളത്തിൽ പ്രതിരോധത്തിന്റെ രാഷ്ട്രീയ കൊടുങ്കാറ്റായി. നാടിളക്കിയ പ്രതിഷേധത്തിന് പുറമെ പിണറായി വിജയന്റെ വസതിയിൽ നിന്ന് മടങ്ങിയ ഇ.ഡി. സംഘത്തെ ആക്രമിക്കുകയും വാഹനങ്ങൾ തല്ലിത്തകർക്കുകയും ചെയ്തു. പാർട്ടി ഓഫീസിൽ കയറി പ്രതികളെ വിട്ടുകൊടുക്കാതിരുന്ന നിലപാട് പോലീസിന് പ്രതിസന്ധി സൃഷ്ടിച്ചു. മോഡി ബി.ഡി. ഇ.ഡി. കൂട്ടുകെട്ടെന്ന വാചകമായിരുന്നു കണ്ണൂരിൽ ഉയർന്ന ബാനറിൽ കണ്ടത്. ഇ.ഡിയെ പാർട്ടി തെരുവിൽ നേരിട്ട രീതി വരാനിരിക്കുന്ന സമര പ്രതിഷേധ കാലത്തിന്റെ സൂചന കൂടിയാണ്. ഇ.ഡി. റെയ്ഡ് പിണറായിയെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന CPIM ആരോപണത്തെ ശരിവെക്കുന്നതാണോ ഇന്നത്തെ സംഭവവികാസങ്ങൾ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM-ൽ നിന്ന് ശ്രീ M.B. ജയരാജൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ, അതോടൊപ്പം തന്നെ BJP-യുടെ ശ്രീ V.S. ജിതിൻ ദേവ്, അതോടൊപ്പം സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് M.R. അഭിലാഷ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാവുക. ശ്രീ രാജു പി നായർ, ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ മിന്നൽ റെയ്ഡ് വന്നപ്പോൾ വലിയ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനും വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും CPM ഒരുമ്പെട്ടത് നമ്മൾ കണ്ടു. അതിൽ ഇന്ന് ഈ സംഭവങ്ങളുടെയൊക്കെ ഒരു മർമ്മസ്ഥാനത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞത്, മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസാണ്. അത് പിണറായി വിജയനെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. അത് നേരത്തെ തുടങ്ങിയതാണ്. ഈ മുഹൂർത്തത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഇ.ഡി. ഇന്ന് അവരത് ചെയ്തു. അതിൽ മനസ്സംതൃപ്തിയുള്ളവരുടെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയുമുണ്ട് എന്ന് ഒരു വാചകം കൂടി ഇന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ബോധപൂർവം പിണറായിയെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് എന്ന പ്രതിരോധം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് CPM ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിച്ചതുമില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇങ്ങനൊരു നീക്കത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞതേയില്ല എന്നാണ്. ഇ.ഡി. സംഘം ആക്രമിക്കപ്പെട്ടപ്പോൾ സംസ്ഥാന പോലീസ് നിഷ്ക്രിയരായി നിന്നു എന്ന ആക്ഷേപം സംസ്ഥാന സർക്കാർ നേരിടുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ മൊത്തം സംഭവ വികാസങ്ങളെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ശ്രീ രാജു പി നായർ? അല്ല, രാഹുൽ ഗാന്ധിയുടെ പേരൊക്കെ പറയുന്ന ഒരു പക്ഷേ നരേന്ദ്രമോദി എന്നും അമിത്ഷാ എന്നൊക്കെ പറയാനുള്ള പേടി കൊണ്ടായിരിക്കും, മുട്ട് കൂട്ടിയിടിക്കുന്നതുകൊണ്ടായിരിക്കും അത് രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞത്. അല്ലെങ്കിൽ ഇ.ഡി. റെയ്ഡ് നടത്തിക്കഴിഞ്ഞാൽ പറയേണ്ടത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ ഒക്കെ പേരെടുത്തല്ലേ. അതൊന്നും പറയാനായിട്ട് അദ്ദേഹത്തിന് ധൈര്യമില്ല, അതുകൊണ്ട് പറയാത്താവും. പിന്നെ ഈ പറഞ്ഞ മതി, ഞാൻ ഗോപീഷ്ണൻ, നമ്മൾ ഈ ചർച്ചയിലൊരു വ്യക്തതയ്ക്ക് വേണ്ടിയും ഇത് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവാനും വേണ്ടി ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഏത് കേസിലാണ് ഇന്ന് ഈ നടപടി ഉണ്ടായത്? ആ കേസിൽ ആരൊക്കെയാണ് പ്രതികൾ? ഒന്ന് അങ്ങേക്ക് വ്യക്തമാക്കാവോ? താങ്കൾക്കറിയില്ലേ? അല്ല, എനിക്കറിയാം. ഞാൻ പറഞ്ഞത് നമ്മളൊരു അവതാരകൻ എന്ന രീതിയിൽ ഇത് പറയുമ്പോൾ ജനങ്ങൾക്കും അത് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അല്ല, ഞാൻ അങ്ങയോട് ചോദ്യം ചോദിക്കല്ല, അതെല്ലാം വളരെ വിശദമായിട്ട് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറക്കിയ കുറിപ്പിലുണ്ട്. ഇന്നലെ കോടതിയിൽ ഈ കേസ് ഹർജിയായി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം സംബന്ധിച്ച കാര്യങ്ങൾ നിർത്തിവെക്കണം, അവർക്ക് അതിനുള്ള അവകാശമില്ല എന്ന ഹർജി ഹൈക്കോടതി തള്ളിയതാണ്. ഇതിൽ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ഉൾപ്പെടുന്ന ഈ കേസ്, അതിൻ്റെ ഭാഗമായുള്ള പരിശോധനകൾ എന്ന നിലയിൽ അത് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാം, വാർത്താ മാധ്യമങ്ങൾ കാണുന്നവർക്കറിയാം, പത്രം വായിക്കുന്നവർക്കറിയാം. ശരി, ഗോപീഷ്ണൻ അത് വ്യക്തമായിട്ട് പറയാത്തതുകൊണ്ട് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ശശിധരൻ കർത്തയെ പ്രതിയായി 12ഓളം പേർ കൂട്ടുപ്രതികളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടന്നിരിക്കുന്ന ഈ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് അനധികൃതമായിട്ട് ഇൻഫ്ലേറ്റഡ് എക്സ്പെൻസ് കാണിച്ച് ടാക്സ് വെട്ടിപ്പ് നടത്തിയ കേസിൽ ഉള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതിനകത്ത് ഒന്നാം പ്രതി ശശിധരൻ കർത്തയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ശരത് കർത്ത ഉൾപ്പെടെയുള്ള പ്രതികളുണ്ട്. 12ാം പ്രതിയാണ് വീണ തൈക്കണ്ടി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകൾ. അപ്പോൾ ഇന്ന് ഈ കാണിച്ചു കൂട്ടിയത് മുഴുവൻ ആരെ സംരക്ഷിക്കാനായിരുന്നു? പിണറായി വിജയൻ പ്രതി അല്ലല്ലോ. ഇന്ന് കാണിച്ചു കൂട്ടിയ കേരളത്തിലെ പാർട്ടി സംവിധാനത്തെ മുഴുവൻ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവിടെ ഇവരുടെ പാവപ്പെട്ട സഖാക്കളെ നിയമത്തിന് മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് ഇത്രമാത്രം വലിയ അക്രമവും ഈ പറയുന്ന ഇതെല്ലാം കാണിച്ചത് ആരെ രക്ഷിക്കാനാണ്? ശശിധരൻ കർത്തയെ രക്ഷിക്കാനല്ലേ? ശശിധരൻ കർത്തയിൽ നിന്നും മേടിച്ച പണത്തിൻ്റെ പ്രത്യുപകാരമല്ലേ? പിണറായി വിജയനകത്ത് പ്രതിയല്ലല്ലോ. പിണറായി വിജയൻ്റെ മകൾ, ആ പിണറായി വിജയൻ്റെ മകളാണെന്ന് തന്നെ ഇൻ്ററൈം സെറ്റിൽമെൻറ്റ് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് 1,72,00,000 കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമുണ്ട്.
അതുകൂടാതെ ഏകദേശം 93 കോടി രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ ട്രാൻസ്പോർട്ടേഷൻ ഇനത്തിൽ ഇൻഫ്ലേറ്റഡ് ആയിട്ട് അധിക ചിലവായിട്ട് കാണിച്ചിരിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ഇത് സംബന്ധിച്ച എല്ലാ പ്രതികളും ഇതിനകത്തുണ്ട്. പിണറായി വിജയൻ അതിനകത്ത് പ്രതിയല്ല. അപ്പോൾ 12ാം പ്രതിയായ വീണയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ED നേരത്തെ കേസ് ഫയൽ ചെയ്തു, FIR ഇട്ടിരുന്നു. FIR എന്നല്ല അതിന് പറയുക, അതിൻ്റെ ഇട്ടിരുന്നു. അതിനുശേഷം അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. ഇന്നലെ ഹൈക്കോടതി ആ തടസ്സങ്ങൾ നീക്കി EDക്ക് അന്വേഷണം തുടരാം എന്നുള്ള വിധി കൊടുത്തപ്പോൾ അവർ റെയ്ഡ് നടത്തിയപ്പോൾ എന്തിനാണ് അത് പിണറായി വിജയൻ്റെ നേർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും അക്രമം കാണിച്ചതെന്നുള്ള CPM മറുപടി പറയണ്ടേ? കേരളത്തിലെ അതിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് രാജു പി നായർ, ഞാൻ താങ്കളോട് ഒരു കാര്യം ഒന്ന് ഇടയ്ക്കൊന്ന്, അതായത് ഇതൊന്നും മാറിപ്പോവുകയല്ല, ഒരു കാര്യം ഒന്ന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തപ്പോൾ സമാന സ്വഭാവത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് കോൺഗ്രസ് നീങ്ങിയത് താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷം പിന്നീട് ഈ വീണ്ടും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തപ്പോൾ അപ്പോഴും ഇതുപോലെ തന്നെ AICC ഓഫീസിന് മുന്നിൽ വലിയ മാർച്ച്, നിരവധി നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം പിന്നീട് വിവിധ ഇടങ്ങളിൽ നടത്തിയ ധർണ, രാജ്യവ്യാപകമായ പ്രതിഷേധം. അന്ന് കോൺഗ്രസ് എടുത്തിരുന്ന സമീപനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസിയെ കേരളത്തിലെ രാജ്യത്തിൻ്റെ പ്രധാന പ്രതിപക്ഷ കക്ഷിയെ ഇല്ലാതാക്കാൻ വേണ്ടി BJP ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ്. ആ രാഷ്ട്രീയ ആരോപണം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ ED എന്ന അന്വേഷണ ഏജൻസിയെക്കുറിച്ച്? അങ്ങനെയാണെങ്കിൽ അതേ ആരോപണം ഈ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന CPIMനെ ഇടതുമുന്നണിയും നിങ്ങൾ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുക? ഗോവിഷ്ണു, നല്ല ചോദ്യമാണ്. നാഷണൽ ഹെറാൾഡ് കേസ് എന്താണ്? രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അതുപോലെ തന്നെ അന്ന് ഇതായിരുന്ന മോത്തിലാൽ വോറയും പിന്നെ ഒരാൾ കൂടി ഓസ്കർ ഫെർണാണ്ടസ് ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കിക്കൊണ്ട് എടുത്ത കേസാണ്. അത് കോൺഗ്രസിൻ്റെ യങ് ഇന്ത്യ ഉൾപ്പെടെ ആ പണം ഇതിനും കോൺഗ്രസിൻ്റെ ഫണ്ട് നൽകിയത് സംബന്ധിച്ചും ഒക്കെയാണ് അതിനകത്തുള്ളത്. അതിനകത്ത് കേസുകളൊന്നും പിന്നെ അതിനകത്ത് പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഇപ്പോൾ ഏകദേശം തെളിവായിക്കൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസിനെതിരെയും കോൺഗ്രസിന് ഉന്നതരായ നേതാക്കന്മാർക്കെതിരെയാണ്. ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും എന്ന് പറഞ്ഞു. ഞങ്ങൾ EDക്കെതിരെ സമരം നടത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു അന്വേഷണ ഉദ്യോഗസ്ഥരെയും കയ്യേറ്റം ചെയ്യാൻ നോക്കിയിട്ടില്ല, ഒരു വാഹനവും അടിച്ചു തകർത്തിട്ടില്ല. കോൺഗ്രസിനെതിരായിട്ടുള്ള കേസിനെ ഞങ്ങൾ അത് രാഷ്ട്രീയമായി താങ്കൾ ഒന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷനെ കുറിച്ചാണ്. അതിനെ എങ്ങനെ നിങ്ങൾ പ്രതിരോധിച്ചു, അതിൻ്റെ സ്വഭാവവും രീതിയും നിയമവിധേയമായിരുന്നു, നിയമവിരുദ്ധമായിരുന്നു എന്നതിലേക്കല്ല. അത് നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. കാരണം അങ്ങനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കാമല്ലോ. സംസ്ഥാന പോലീസ് അത് ചെയ്തില്ല എന്ന പരാതിയാണല്ലോ കേന്ദ്ര സർക്കാരിനുള്ളത്. അതുകൊണ്ടാണല്ലോ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ടാമത് അതിലേക്ക് വരാം. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല, നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷനെ സംബന്ധിച്ചാണ്. 2022 ശേഷം നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് എപ്പോഴൊക്കെ ED ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തുകയും അന്നും AICCയുടെ സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം പറഞ്ഞത് ഇത് മോദി ഷാ കൂട്ടുകെട്ടിന്റെ പൊളിറ്റിക്കൽ വെണ്ടേറ്റയാണ്, അതുകൊണ്ട് ഇതിന് ഞങ്ങൾ നിന്നു കൊടുക്കില്ല എന്നതാണ്. ഐ എം ആസ്കിംഗ് അബൌട്ട് ദ പൊളിറ്റിക്കൽ പൊസിഷൻ. EDയെ കുറിച്ചുള്ള നിങ്ങളുടെ ആക്ഷേപം മാറിയിട്ടുണ്ടോ എന്ന് മാത്രമാണ്. Gopikrishnan, you are comparing apples with oranges. No, I am not comparing. I'm just asking about the political stand of Congress about this, these national agencies. Let me complete. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന കേസാണെങ്കിൽ ആപ്പിളും തമ്മിലാണ് കമ്പാരിസൺ. ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ EDയെ സംബന്ധിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ പൊസിഷൻ അത് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. പക്ഷെ നമ്മൾ ആ സമയം കളയേണ്ട ഇതിനെ സംബന്ധിച്ച് ചോദിക്കുന്നത് ഗോപികൃഷ്ണൻ ഞാൻ പറയട്ടെ. ഗോപികൃഷ്ണൻ ഞാൻ ഏറ്റവും അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. പിണറായി വിജയനെതിരെ കേസെടുത്തിട്ടുള്ള അന്വേഷണമാണെങ്കിൽ ഐ എം വെരി ഹാപ്പി ടു ടെൽ യു അബൌട്ട് ദ കോൺഗ്രസ് പൊസിഷൻ ഓൺ ബോത്ത് ദ കേസസ്. ബട്ട് ദിസ് കേസ് ഇസ് നോട്ട് അഗെയിൻസ്റ്റ് പിണറായി വിജയൻ. ദിസ് കേസ് ഇസ് അഗെയിൻസ്റ്റ് ശശിധരൻ കർത്ത ആൻഡ് Veena Thaikande is the 12th accused in that case. So whom are you trying to protect? But she is the daughter of the former chief minister of Kerala. കോൺഗ്രസിനെതിരെയുള്ള ഒരു കേസ് പറയട്ടെ ഗോപികൃഷ്ണൻ, ഞാൻ പറയട്ടെ, അല്ല ഗോപികൃഷ്ണൻ രാഷ്ട്രീയമായിട്ട് അത് പിണറായി വിജയനെതിരായിട്ടുള്ളോ അല്ലെങ്കിൽ CPMനെതിരായിട്ടുള്ള ഒരു കേസാണെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ അർത്ഥമുണ്ട്. ഈ കേസ് പിണറായി വിജയൻ കക്ഷിയല്ല, ഈ കേസിൽ പിണറായി വിജയൻ പ്രതിയല്ല. മകൾ 12ാം പ്രതി എന്ന് പറയുന്നത് വീണ വിജയൻ മാത്രമാണ്. വീണ വിജയന്റെ കോണ്ടാക്ട്സും വീണ വിജയന്റെ ബന്ധുക്കളെയും റെയ്ഡ് ചെയ്യാന്നുള്ളത് നടക്കുന്ന കാര്യം. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഓർമ്മയിൽ വരുന്നത് ശ്രീ K. ബാബു എക്സൈസ് മിനിസ്റ്റർ ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ വിജിലൻസിന്റെ അന്വേഷണം ഉണ്ടായി ഇല്ലേ? ഗോപികൃഷ്ണൻ ഓർമ്മയില്ലേ?
കെ ബാബുവിനെതിരെ അന്വേഷണം നടക്കുമ്പോൾ വിജിലൻസ് എവിടെയൊക്കെ റെയ്ഡ് ചെയ്തത്? തൃപ്പൂണിത്തുറയിലെ വീട് റെയ്ഡ് ചെയ്തു. കെ ബാബുവിൻ്റെ മകളുടെ പാലാരിവട്ടത്തെ വീട് റെയ്ഡ് ചെയ്തു. മറ്റൊരു മകളുടെ തൊടുപുഴയിലെ വീട് റെയ്ഡ് ചെയ്തു. ഭാര്യാപിതാവിൻ്റെ വീട് റെയ്ഡ് ചെയ്തു. ഒരാളെക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ അയാൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, അയാളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ രേഖകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ റെയ്ഡ് നടത്തും. പിണറായി വിജയന് മാന്യത ഉണ്ടായിരുന്നെങ്കിൽ, പിണറായി വിജയന്റെ ലക്ഷ്യം ശശിധരൻ കർത്തയെ സംരക്ഷിക്കുക എന്നുള്ളതല്ലായിരുന്നെങ്കിൽ, പിണറായി വിജയൻ വേണമെങ്കിൽ ഒരു കസേരെടുത്ത് പുറത്തിട്ട് ഒരു ചായയും കുടിച്ച് അവിടെ നിന്ന് അത് മാറിയിരിക്കണമായിരുന്നു. നിയമം നടത്തിക്കോളൂ എന്ന് പറയണമായിരുന്നു. പകരം പിണറായി വിജയൻ ചെയ്തത് കേരളത്തിലെ ഈ പറയുന്ന CPM സംവിധാനത്തെ മുഴുവൻ തെരുവിലിറക്കി ശശിധരൻ കർത്തയെ സംരക്ഷിക്കാനാണ്. പാവപ്പെട്ട സഖാക്കൾ, അവർക്ക് ഇതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് അവരുടെയൊക്കെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയ AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് വെച്ചുകൊണ്ട് ഒരു കള്ളക്കമ്പനി ഉണ്ടാക്കി സാമ്പത്തിക ഇടപാട് നടത്തി 12ാം പ്രതിയായ മകളെയും ആ പണം കൊടുത്ത ശശിധരൻ പ്രവർത്തകയും സംരക്ഷിക്കാൻ വേണ്ടി ജാമ്യമില്ലാ കുറ്റം ചുമത്തി അകത്തേക്ക് പോകാൻ പോവുകയാണ്. ഇങ്ങനെ ഈ പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്ന മറ്റൊരു നേതാവിനെ കണ്ടിട്ടുണ്ടോ? പിന്നെ അദ്ദേഹത്തിന് ഇത് ആവശ്യമായിരുന്നു, CPM ഇത് ആവശ്യമായിരുന്നു. നാട് നീളെ നടക്കുന്ന ഏരിയ കമ്മിറ്റികളിലും മറ്റുള്ളിടത്തും പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരെ വലിയ കലാപക്കൊടി ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ആ പ്രശ്നം ഉണ്ടാക്കേണ്ടത് പിണറായി വിജയൻ. അദ്ദേഹം തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനാണ്. ഇത്രമാത്രം ഇതിനെ ഹൈപ്പ് കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യമായിരുന്നു. കേരളത്തിനകത്തെ ഈ കഴിഞ്ഞ പരാജയത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ നിന്ന്, അതിന് നടക്കുന്ന ചർച്ചകളിൽ നിന്ന് ഇരവാദത്തിലൂടെ രക്ഷപ്പെടാൻ, എല്ലാ ഏകാധിപതികളും ചെയ്തിരുന്ന പോലെ ഇരവാദത്തിലൂടെ രക്ഷപ്പെടാൻ ഇന്നത്തെ സംഭവം ദുരുപയോഗം ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, UDF വലിയ വിജയം നൽകി ജനങ്ങൾ വീണ്ടും നിങ്ങൾ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ട് മുൻപ്, അതിന് അതായത് ആ വോട്ടെടുപ്പ് നടക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് UDF ക്യാമ്പിൽ നിന്ന് ഉയർന്ന ഏറ്റവും വലിയ ആരോപണം ഒരു BJP CPM ഡീൽ എന്നതായിരുന്നു. അതിന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ നിരത്തിയ വാദങ്ങളിൽ ഒന്നായിരുന്നു ഇതടക്കമുള്ള എല്ലാ കേസുകളിലും പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ടുള്ള കേസുകളിൽ അവരെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയുള്ള ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. ആ ഡീൽ ആരോപണം നിലനിൽക്കുന്ന, അത് ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ കേരളത്തിന്റെ മുന്നിലാണ് ഇന്ന് പിണറായി വിജയന്റെ വീടുകളിൽ EDയുടെ റെയ്ഡ് നടന്നിരിക്കുന്നത്. ആ ആരോപണം പിൻവലിക്കാൻ താങ്കൾ തയ്യാറാണോ ഇപ്പോഴെങ്കിലും? ഒരാരോപണവും പിൻവലിക്കാൻ തയ്യാറല്ല. കാരണം അവിടെ മാത്രമല്ല, ഇത് ശശിധരൻ കർത്തയ്ക്കെതിരെയുള്ള കേസാണ്. പിണറായി വിജയനെതിരെയുള്ള കേസുണ്ടായിരുന്നല്ലോ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് പറഞ്ഞത് എന്താ? പിണറായി വിജയൻ ഒരു ബാഗ് മറന്നു വെച്ചു, ആ ബാഗ് പിന്നീട് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അയച്ചു, അതിലാണ് കറൻസി കണ്ടെത്തിയത്. അപ്പോഴാണ് ഇയാൾ ഞങ്ങൾക്ക് പറ്റിയ നല്ല ബിസിനസ് ചെയ്യാൻ പറ്റിയ ആളാണെന്ന് മനസ്സിലായതെന്നാണ് സ്വപ്ന സുരേഷ് കസ്റ്റംസിനും CBIക്കും കൊടുത്ത മൊഴി. ശിവശങ്കരൻ പറഞ്ഞു അത്തരത്തിലൊരു ബാഗ് ഉണ്ടായിരുന്നു, അത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അയച്ചു. ഗോപികൃഷ്ണൻ പറയാവോ ഈ രാജ്യത്തെ EDയോ CBIയോ NIയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് ഒരു ഇമെയിൽ അയച്ച് ഈ ബാഗ് നിങ്ങളുടേതായിരുന്നോ എന്ന് ചോദിച്ചോ? നിങ്ങൾക്കറിയാവോ? അറിയോ? CBIയുടെ കേസുണ്ടല്ലോ, മറ്റേ ലൈഫ് ഭവന പദ്ധതിയിൽ സ്വപ്ന സുരേഷിന്റെയും ശിവശങ്കറിന്റെ കൂടി ജോയിന്റ് അക്കൗണ്ട് എന്നല്ലേ 1.5 കോടി പിടിച്ചത്. ആ 1.5 കോടി പിടിച്ചതിന്റെ കേസ് എന്താ? ഹാബിറ്റാറ്റിന്റെ പ്രപ്പോസലിനെ മറികടന്നുകൊണ്ട് യൂണിടാക്കിന് അത് മറിച്ചു കൊടുത്തു. അതിലൂടെ 9 കോടിയുടെ അഴിമതി നടത്തിയതാ. പിണറായി വിജയൻ ചെയർമാൻ ആയിരിക്കുന്ന ലൈഫ് മിഷൻ ആ യോഗത്തിനകത്ത് വെച്ച് ഹാബിറ്റാറ്റിന്റെ പ്രപ്പോസലിനെ മറികടന്നുകൊണ്ട് യൂണിടാക്കിന് ആ പ്രപ്പോസൽ കൊടുത്തപ്പോൾ അതിൻ്റെ ചെയർമാനോട് നിങ്ങൾക്ക് എന്താണ് ഇത് മാറ്റാനുള്ള ചേതവികാരം ഉണ്ടായത്, എന്തായിരുന്നു നിങ്ങളുടെ താല്പര്യം എന്ന് CBI ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? എന്തുപറ്റി? കരുവന്നൂരിലെ കേസ്, അതുമുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നിരവധി കേസുകൾ. പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ പരിലാളനയിൽ കഴിഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു, ഒരു സംശയവും വേണ്ട. ഈ കേസ് ഇതൊന്നുമല്ല, ഈ കേസ് ശശിധരൻ കർത്തയ്ക്കെതിരെയുള്ള കേസാണ്. നിങ്ങൾ ഇതെല്ലാം പിണറായി വിജയനെതിരെയുള്ള കേസാണെന്ന് വരുത്തി തീർക്കരുത്. ശശിധരൻ കർത്തയ്ക്കെതിരെയുള്ള കേസിൽ 12ാം പ്രതിയായിട്ട് വീണ വിജയൻ ഉണ്ടെന്ന് മാത്രമാണ് ഈ കേസിന്റെ പ്രാധാന്യം. അതുകൊണ്ട് ഇന്ന് കാണിച്ചത് മുഴുവൻ പരാജയത്തിന്റെ പടുകുടിയിൽ നിന്നൊരു നേതാവ് രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്വന്തം അണികളിൽ നിന്നും സ്വന്തം പാർട്ടി കമ്മിറ്റികളില്ല പഴിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ ഒരു സംഘടനയെ മുഴുവൻ ദുരുപയോഗം ചെയ്തുകൊണ്ട് അക്രമത്തിലേക്ക് തിരിച്ചുവിട്ടതിന്റെ ഗൂഢാലോചനയാണ് ഇന്നുണ്ടായത് മാത്രം. ശരി, ഇനി ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. എനിക്ക് ഇനിയും ചോദ്യങ്ങളുണ്ട്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ MV ജയരാജൻ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് CPM നേതാവ് ശ്രീ MV ജയരാജൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അല്പം വൈകിയത്. ശ്രീ MV ജയരാജൻ, താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന പ്രതീക്ഷയിലാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. താങ്കൾ വരുന്നതിന് തൊട്ട് മുൻപ് സത്യത്തിൽ ഇന്നത്തെ മുഴുവൻ സംഭവവികാസങ്ങളുടെയും ആദ്യത്തെ പ്രതികരണം താങ്കളിൽ നിന്ന് അറിയണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ സാങ്കേതിക പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ അതിന് പ്രതിബന്ധം സൃഷ്ടിച്ചു. ഇപ്പോൾ താങ്കൾക്ക് കേൾക്കാം എന്ന് കരുതുന്നു. ശ്രീ MV ജയരാജൻ,
എൻ്റെ ചോദ്യം താങ്കൾ വരുന്നതിന് തൊട്ട് മുൻപ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ രാജു പി നായർ പറയുകയായിരുന്നു, ഇത് പിണറായി വിജയൻ്റെ മകൾക്കെതിരായിട്ടുള്ള കേസ് എന്നതിനേക്കാൾ കൂടുതൽ ഇത് ഈ കർത്തയ്ക്കെതിരെ വരുന്ന, അതായത് CMRLൻ്റെ മാനേജിംഗ് ഡയറക്ടറായ SN ശശിധരൻ കർത്തയ്ക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള കേസാണ്. ഈ കേസിലെ 12ാം പ്രതിയാണ് പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടി എന്ന വീണാട്ടി. അപ്പോൾ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വരുത്തി തീർക്കുകയും അതുവഴി ശശിധരൻ കർത്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇന്ന് കേരളത്തിൽ നടന്ന എല്ലാ പ്രതിഷേധ നാടകങ്ങൾക്കും പിന്നിൽ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ പാർട്ടി അണികളെ നിർത്തി ഒരു നീക്കം നടത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് CPM ചെയ്തത് എന്നതാണ് അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപം. അതിനോടൊപ്പം തന്നെ ഇന്ന് ഈ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായതിനെ അതിന് പിന്നിൽ CPMൻ്റെ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണവും അദ്ദേഹം ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇനി ഇത്രയും ഭാഗം ഞാൻ താങ്കളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ ചോദ്യം, ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സ്വാഭാവികമായി ചെയ്യാവുന്ന അല്ലെങ്കിൽ അവർ നടത്തുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം പരിശോധനകൾ. ഈ അന്വേഷണം ഇത് അന്വേഷിക്കാനുള്ള റൈറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്വേഷണം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിക്ക് ഇന്നലെ നൽകിയിരുന്നു. ആ ഹർജി ഹൈക്കോടതി തള്ളുകയും ഈ ദുരൂഹ ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് കോടതി പറയുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിൽ ED ഉദ്യോഗസ്ഥർ ഇന്ന് വന്ന് പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഇത്ര വലിയ പ്രതിരോധം തീർക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു? ശ്രീ MB ജയരാജൻ. എൻ്റെ മാന്യ സുഹൃത്ത് പറയുന്നത് ചിലതൊക്കെ ഞാൻ കേട്ടു, താങ്കളത് ആവർത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് ഒരു പക്ഷത്ത് നിന്ന് മാത്രം 18 മിനിറ്റ് നേരമുള്ള സംസാരം നമ്മൾ കേട്ടു. അത്രയോ അതിനേക്കാൾ കൂടുതലോ സമയം ഇത് വ്യക്തമാക്കുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി വരും. രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമാണ് പിണറായി വിജയനെതിരായ ഈ റെയ്ഡ് നീക്കം എന്നത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോയി. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് മുൻ മുഖ്യമന്ത്രിക്കെതിരായി റെയ്ഡ് നടക്കുന്നത്. അത് ഒരു ഗൂഢാലോചനയും ഇല്ലാത്ത സന്ദർശനമാണെന്ന് പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രി 2 നാൾ മുമ്പ് ഡൽഹിയിൽ പോയതാണ്, ഇപ്പോൾ വീണ്ടും പോയി. മാത്രമല്ല, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ എൻ്റെ മാന്യ സുഹൃത്ത് പറഞ്ഞതുപോലെയല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ വിവിധ സ്റ്റേജുകളിൽ പ്രസംഗിച്ചത്. എന്തേ ED പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? അത് നിരവധി വേദികളിൽ അദ്ദേഹം പ്രസംഗിച്ചു നടന്നതാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പിണറായി വിജയനെ ഏതെങ്കിലും കേസിൽ ഡൽഹിയിൽ കെജ്രിവാളിനെ കുടുക്കിയതുപോലെ കുടുക്കണം. ഡൽഹിയിൽ കെജ്രിവാളിനെതിരായ കേസ് ഒരു കോൺഗ്രസ് നേതാവ് കൊടുത്ത ഹർജിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസായിരുന്നു. അതിന് BJPയോടൊപ്പം കോൺഗ്രസും പങ്കുവഹിച്ചു. ഒടുവിൽ കോടതിയിൽ നിന്ന് വിധി വന്നു, കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട്. രാഷ്ട്രീയ വേട്ടകൾക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മുടെ അവതാരകൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് മറുപടി പറഞ്ഞില്ല. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതികളാണ്. അന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം സ്വീകരിച്ച സമീപനം രാഷ്ട്രീയ പ്രേരിതമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികൾ എടുക്കുന്ന കേസെന്നാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിക്കെതിരാണ് കേസ്, പ്രിയങ്ക ഗാന്ധിൻ്റെ പേരിൽ കേസെടുത്തത് എന്താ കാരണം? ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് സ്വീകരിച്ച ആ നിലപാടിൻ്റെ ഒപ്പമാണ്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസുകളാണ് നിരവധി എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മാന്യ സുഹൃത്തിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ആസാമിലെ ഹിമന്ത വിശ്വ ശർമ്മ കോൺഗ്രസ് നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ BJP ഒരു അഴിമതി കേസ് കൈകാര്യം ചെയ്തു. പിന്നീട് അദ്ദേഹം പാർട്ടി മാറി, ഇപ്പോൾ BJPയിലാണ്, കേസ് ഇല്ലാതായി. അശോക് ചവാൻ ഈ രാഷ്ട്രീയ വേട്ടയുടെ ഇരയല്ലേ, കോൺഗ്രസ് നേതാവല്ലേ. നവീൻ ജിൻഡാൽ
കോൺഗ്രസ് നേതാവായിരുന്നില്ലേ, ഈ രാഷ്ട്രീയ വേട്ടയുടെ ഇരയല്ലേ? ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് രാഷ്ട്രീയ വേട്ടയുടെ ഇരയല്ലേ? കോൺഗ്രസ് നേതാവല്ലേ? എത്രയെത്ര കോൺഗ്രസ്സുകാരെ, ബി ജെ പിക്കെതിരായി സംസാരിക്കുന്ന ഇതര രാഷ്ട്രീയ പാർട്ടികളെ കേസിൽ പ്രതികളാക്കിയിട്ട് രാഷ്ട്രീയ വേട്ട നടത്തിയിട്ടുണ്ട്. ഒന്നുകിൽ ഇവർ പാർട്ടി മാറി ബി ജെ പിയോടൊപ്പം ചേരണം, അല്ലെങ്കിൽ ബി ജെ പി എതിർക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാവണം. ഈ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങയുടെ പാർട്ടിയുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന സമയത്ത് പിണറായി വിജയനെ ED എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യത്തെ രാഷ്ട്രീയമായി ഞങ്ങൾ സൂചിപ്പിച്ചത്. ഇന്ന് റെയ്ഡ് നടത്താൻ ഇടയായത്, റെയ്ഡ് എവിടെയൊക്കെയാണ് നടന്നത്? പിണറായി വിജയൻ പ്രതിയല്ല എന്ന് താങ്കൾ പറയുമ്പോൾ, വീണ ഈ കേസിൽ പ്രതിയാണെന്ന് താങ്കൾ പറയുമ്പോൾ, എന്തിനാണ് പിണറായിയിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്? അവിടെ വീണ താമസമില്ലല്ലോ. വീണ താമസിക്കുന്ന വീട്ടിലാണ് റെയ്ഡ് നടത്തുന്നതെങ്കിൽ പറയാം. എന്തിനാണ് റിയാസിൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിൽ റെയ്ഡ് നടത്തിയത്? അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഡീലാണ് നടന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ വർത്തമാനത്തിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ഇന്നലെ 26/5/26 ഹൈക്കോടതി വിധി, അതിൻ്റെ അവസാന ഭാഗം, ഇത് ഇഷ്യൂവൻസ് ഓഫ് സമൻസ് was only for the purpose of investigation, not for the raid. പറയുമായിരിക്കും റെയ്ഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണെന്ന്. and does not even require the registration of an FIR. FIR പോലും ഇതിൻ്റെ ഭാഗമായി കോടതി നിർദ്ദേശിച്ചിട്ടില്ല. ഇനി നേരത്തെ പിണറായി വിജയനെ വേട്ടയാടാൻ വേണ്ടി ലാവ്ലിൻ മുതലുള്ള കാര്യങ്ങൾ പറയാം. 2006 പിണറായി വിജയനെ പ്രതിയാക്കിയത് ഉമ്മൻചാണ്ടി മന്ത്രിസഭാ യോഗത്തിൻ്റെ അവസാന യോഗം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം CBIക്ക് രാഷ്ട്രീയ പ്രേരിതമായി ആ കേസന്വേഷണം വിട്ടതല്ലേ? വിജിലൻസ് അന്വേഷണം നടത്തി ഒന്നും കണ്ടെത്താതിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കീഴിലുള്ള വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് പിണറായി വിജയൻ്റെ പേരിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. CBI അന്വേഷിച്ചു. എന്നിട്ട് ഇപ്പോൾ എന്തായി? പിണറായി വിജയനെ വേട്ടയാടുന്നില്ല കോൺഗ്രസ് എന്നല്ലേ സമർത്ഥിക്കാൻ നോക്കുന്നത്? CBI പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേരിൽ SNC ലാവ്ലിൻ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ കൊടുത്തു. കുറ്റപത്രം വിചാരണ കോടതി വായിക്കുമ്പോൾ മനസ്സിലായി, കുറ്റം ചുമത്താൻ പോലും കുറ്റം ചെയ്യാത്തയാളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ്റെ പേരിലുള്ള കുറ്റം നീക്കം ചെയ്ത് പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയില്ലേ വിചാരണ കോടതി? ആ വിധി ഹൈക്കോടതി അംഗീകരിച്ചില്ലേ? അതിനുശേഷം സുപ്രീം കോടതിയിൽ എത്തിയില്ലേ? സുപ്രീം കോടതിയിൽ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ അവിടെ CBIയുടെ അഭിഭാഷകനല്ലേ പറയുന്നത്? അപ്പോൾ പിണറായി വിജയനെ വേട്ടയാടുക എന്നത് നിങ്ങളുടെ ലക്ഷ്യമാണ്. ഇനി ഈ കേസിലേക്ക് കടക്കാം. നേരത്തെ മാത്യു കുഴൽനാടൻ അദ്ദേഹം കൊടുത്ത കേസുകൾ ഉണ്ടായിരുന്നല്ലോ. 3 വിജിലൻസ് കോടതികൾ, ഹൈക്കോടതി, സുപ്രീം കോടതി. അദ്ദേഹം കൊടുത്തത് വീണക്കെതിരായിട്ടാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ചില പെറ്റീഷനുകളിൽ പിണറായി വിജയനെ കണക്ട് ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ താങ്കൾ പറഞ്ഞതുപോലെ ഈ കാർത്തിയുമായി അവിഹിത ബന്ധമുണ്ടെന്നും സ്ഥലം അനുവദിച്ചു എന്നെല്ലാമുള്ള കഥ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ആ കഥകളൊക്കെ പറഞ്ഞിട്ടും വിജിലൻസ് കോടതി 3 തിരുവനന്തപുരം, കോട്ടയം, മൂവാറ്റുപുഴ ആ കേസ് തള്ളിയതിന് ശേഷം വീണ്ടും ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതി ഈ കേസ് മാത്യു കുഴൽനാടൻ്റെ കേസ് അതിന്മേൽ നടത്തിയ പരാമർശം പേര 63, ഇൻ ദ പ്രസൻറ്റ് കേസ് ദ കംപ്ലൈൻറ്റൻ കുഡ് ഓൺലി, കംപ്ലൈൻറ്റൻ്റ് എന്ന് പറയുന്ന മാത്യു കുഴൽനാടനാണ്, only place certain materials highlighting suspicions based on the allegation in the complaint and not facts constituting the offense alleged. എന്നിട്ട് അവസാനം പറയുന്നു പാരഗ്രാഫ് 65, in the view of finding the complainant failed
to place fact constituting the offense alleged, the revision petition is only to be dismissed. ഇത് ഹൈക്കോടതി പിണറായി വിജയൻ്റെ മകൾക്കെതിരായി അദ്ദേഹം കൊടുത്തിട്ടുള്ള കേസിൽ വസ്തുതകളില്ലെന്ന് കണ്ടെത്തിയതിനാൽ, തെളിവുകളില്ലെന്ന് കണ്ടെത്തിയതിനാൽ അത് ഡിസ്മിസ് ചെയ്യും. മാത്യു കുടനാടിൻ്റെ പിണറായി വിജയൻ വേട്ട തീർന്നില്ല. സുപ്രീം കോടതിയിൽ പോയി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ. അതിലെന്താ പറയുന്നത്? വി ആർ നോട്ട് ഇൻക്ലൈൻഡ് ടു ഇൻ്റർഫിയർ വിത്ത് ദ ഇംപ്യൂട്ട് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഓർഡർ പാസ് ബൈ ദ ഹൈക്കോർട്ട്. ദ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഈസ് അക്കോർഡിംഗ്ലി ഡിസ്മിസ്ഡ്. കഴിഞ്ഞ 20 കൊല്ലമായില്ലേ ആ പിണറായി വിജയനെ വേട്ടയാടാൻ തുടങ്ങി. ഇനി ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ ബി. താങ്കൾ ഇത്രയും പറഞ്ഞല്ലോ, ഈ നിയമവഴികളെ കുറിച്ചൊക്കെ താങ്കൾ വിശദീകരിച്ചല്ലോ. അതുകൊണ്ട് ഒരു ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ഇപ്പോൾ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പ് താങ്കളും കണ്ടു കാണും. അതിനകത്ത് ഈ കേസിന്റെ നാൾ വഴിയെക്കുറിച്ചും ഏത് സാഹചര്യത്തിലാണ് ഇ ഡി ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കുന്നത് എന്നതിന്റെ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. അതിന് ഏറ്റവും ഒടുവിൽ സംഭവിച്ചതാണ് ഹൈക്കോടതിയിൽ ഇന്നലെ ഈ കേസ് അന്വേഷിക്കാൻ ഇ ഡിക്ക് കഴിയില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതുകൊണ്ട് അന്വേഷണം പൂർണ്ണമായി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയിൽ പോയത്. പക്ഷേ ഹൈക്കോടതി ഈ കാര്യത്തിലെടുത്ത തീരുമാനം ഇ ഡി ഇത് ആ നിലയ്ക്ക് തന്നെ ഇതിലെ അഴിമതി സംബന്ധിച്ച കാര്യങ്ങൾ ഇ ഡിക്ക് അന്വേഷിക്കാം എന്ന് പറയുകയും ഇ ഡി അതിൻ്റെ ഭാഗമായി നടത്തുന്ന അവരുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ് ഇത്തരം പരിശോധനകൾ. അത് അനുവദിച്ചു കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അതോടൊപ്പം തന്നെ ഇന്ന് ഇ ഡി ഉദ്യോഗസ്ഥ സംഘം തിരുവനന്തപുരത്ത് ആക്രമിക്കപ്പെട്ടതിനെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇതൊരു ഗൂഢാലോചനയാണ്, ബോധപൂർവം കേരളത്തിൻ്റെ ക്രമസമാധാന നില തെറ്റിക്കാൻ വേണ്ടി പാർട്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊക്കെ എന്നാണ്. ഈ കേസ് മാത്രമല്ല, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി യൂണിയനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ കൂടി എടുത്തു കാണിച്ചുകൊണ്ടാണ് 10 ദിവസത്തിനകം ഇങ്ങനെ ഒരു നീക്കം CPM നടത്തിയതിനെ അദ്ദേഹം അപലപിച്ചത്. 26/5/2020 ഹൈക്കോടതി വിധിയുടെ കോപ്പിയാണ് ഞാൻ കോട്ട് ചെയ്തത്. ഇൻവെസ്റ്റിഗേഷൻ നടത്താം, അതിന് FIR രജിസ്റ്റർ ചെയ്യണമെന്നില്ല. FIR രജിസ്റ്റർ ചെയ്തതുമായി നേരത്തെ നമ്മുടെ ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞ കാര്യങ്ങളിൽ മേൽ ഡൽഹി ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും കേസുണ്ടായി. ആ 2 കോടതികളും ഇത് സംബന്ധിച്ച് പറഞ്ഞതെന്താ? ഡൽഹി ഹൈക്കോടതി 23/4/2026 re-notified on 7th July 2026 interim order to continue till the next date of hearing. interim order എന്താ? കേസിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. ഹൈക്കോടതി 2 ഉത്തരവ്. ഒന്ന് ഏപ്രിൽ 2025 16 അതിലെന്താ പറയുന്നത്? ഐ ഹിയർ ബൈ ഗീവ് ഡയറക്ഷൻ ടു മെയിൻറ്റെയിൻ സ്റ്റാറ്റസ് കോ. 2 മാസത്തേക്ക് നീട്ടി, അതും സ്റ്റേ. പിന്നീട് 2026 മെയ് 22 അതിലെന്താ പറയുന്നത്? ഇൻ്ററിംഗ് ഓർഡർ. ഈ സ്റ്റേയെ കോട്ട് ചെയ്തിട്ട്, ഏത് 2025 ഏപ്രിൽ 16 ഹൈക്കോടതി വിധിയെ കോട്ട് ചെയ്തിട്ട് പറയുന്നു ടിൽ, അത് എക്സ്റ്റെൻഡ് ചെയ്യാണ്, ടിൽ ജൂലൈ 3 2026 ജൂലൈ 3. കാത്തിരുന്നുകൂടെ ആ ഇൻവെസ്റ്റിഗേഷൻ 2026 ജൂലൈ 3 വരെ? എന്തേ ഇന്നലെ ഒരു വിധി വന്നപ്പോൾ ഉടൻ വന്നു എന്ന് പറയുന്നത്? ഇന്നലെ വിധി വന്ന ഉടനെ ഇന്ന് പിണറായി വിജയൻ്റെ വീടുകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് കേരളത്തിലെ 3 സ്ഥലത്ത് റെയ്ഡ് നടത്തണമെങ്കിൽ ഇന്നലത്തെ വിധി കൊണ്ടാണോ അവർ റെയ്ഡുമായി വന്ന? പുലർച്ചെ 6 മണിക്കാണെന്ന് ഓർത്തോളേ. 6 മണിക്ക് അവിടെ എത്തണമെങ്കിൽ ഇന്നലെ പകല് പുറപ്പെടണം. വിധി വരുന്നതിന് മുമ്പ് പുറപ്പെട്ടതാണ്. അപ്പം വ്യക്തമാണ്, അത് നേരത്തെ ആസൂത്രണം ചെയ്തതാണ്. അപ്പം ഞങ്ങൾ പറയുന്നത് എന്താ? ആ ആസൂത്രണത്തിൻ്റെ പിന്നിലെന്ന് പറയുന്നത് കോൺഗ്രസും BJPയും ഡീലുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. ഇനി കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലിൻ്റെ രാഷ്ട്രീയ ഉദാഹരണം ഞാൻ പറയട്ടെ. എങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു കേൽക്കറെ നിയമിച്ചത്? അദ്ദേഹം കേരളത്തിൽ
അനർഹരായ UDFകാർക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അവസരം കൊടുത്തു. ഒരു ഉദാഹരണം, തളിപ്പറമ്പ് 117, അവിടെ ആ ബൂത്തിൽ മാത്രം 223 വോട്ട്. ഷോപ്പിംഗ് മാളുകളിലാണ് ആളുകൾ താമസിക്കുന്നതായിട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇത് തളിപ്പറമ്പ് മാത്രമല്ല, ഉദുമ, നാദാപുരം, മറ്റിതര മണ്ഡലങ്ങൾ, ഏതാണ്ട് 41 മണ്ഡലങ്ങളിൽ ഇങ്ങനെ UDFന് വ്യാജ വോട്ട് ചേർക്കാൻ അവസരം നൽകി എന്നത് തെളിവ് സഹിതം ശനിയാഴ്ച തോറും നടത്തുന്ന CEO-ൻ്റെ മീറ്റിങ്ങിൽ ഞങ്ങൾ അവതരിപ്പിച്ചതാണ്. രേഖാമൂലം പരാതികൾ കൊടുത്തതാണ്. അതൊന്നും പരിഗണിച്ചില്ല. മറുഭാഗത്ത് അർഹതപ്പെട്ട വോട്ടുകൾ നീക്കം ചെയ്തു. രാജാജി മാത്യു അടക്കമുള്ള മുൻ MLA-മാരുടെ വോട്ടുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ UDFന് കേരളത്തിൽ അധികാരത്തിലെത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്ത CEO-നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കി ഇവിടെ നിയമിച്ചപ്പോൾ ബംഗാളിൽ BJP അധികാരത്തിലെത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ച അവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ചീഫ് സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചു. ആ നിയമനത്തെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയ മോഷണത്തിന് വലിയ സമ്മാനം. കേരളത്തിന് ബാധകമല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം? ശരി ശരി ശ്രീ എം.വി. ജയരാജൻ, ഏതായാലും താങ്കൾ ഒരു പ്രധാനപ്പെട്ട ഭാഗമൊക്കെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വാസം ഞാൻ നമ്മുടെ ഈ മറ്റ് അതിഥികളിലേക്ക് കൂടി ഒന്ന് പോയ ശേഷം ഞാൻ വരാം. ഒറ്റൊരു കാര്യം, പിണറായി വിജയൻ കാർത്തിയുമായി അവിഹിത ബന്ധമൊന്നും പിണറായി വിജയൻ മോഡിക്കെതിരായി ഒരക്ഷരം പറയില്ല എന്നും പറയുന്നത് എന്താണ് അദ്ദേഹത്തോട് പറയേണ്ടത്? ഇതേ പിണറായി വിജയനാണ് മംഗലാപുരത്തും മദിരാശിയിലും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന സമയത്ത് പോയപ്പോൾ തലക്ക് വില പറഞ്ഞുകൊണ്ട് RSSകാർ രംഗത്തിറങ്ങി. അന്നത്തെ പ്രസംഗം ഓർമ്മയുണ്ടോ? ശരി ശരി ശ്രീ എം.വി. ജയരാജൻ, യഥാർത്ഥത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഇന്ന് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് EDയുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ സംഭവവികാസങ്ങളൊക്കെ കണ്ടു കാണും വാർത്താ മാധ്യമങ്ങളിലൂടെ. മുൻപ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചോദ്യം ചെയ്യപ്പോൾ ഡൽഹിയിലുണ്ടായ പ്രതിഷേധം എന്താണോ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ എന്ന് നമുക്ക് പറയാം ഇവിടെ ഉണ്ടായ പ്രതിഷേധം. ഈ സമാനമായ രീതിയിൽ ഇന്ന് ഡൽഹിയിൽ ED ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിലും പ്രതിഷേധമുണ്ടായി. CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കസ്റ്റഡിയിലെടുക്കപ്പെട്ടു. ആ ദൃശ്യങ്ങളൊക്കെ താങ്കൾ കണ്ടു കാണും. ഇതിൽ CPM-ൻ്റെ പ്രധാനപ്പെട്ട ആരോപണം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കമാണെന്ന് ശ്രീ എം.വി. ജയരാജനൊക്കെ സംസാരിക്കുന്നത് താങ്കൾ കേട്ടല്ലോ. എന്താണ് താങ്കളുടെ ഈ വിഷയത്തിൽ ഒരു ടേക്ക്? EDയുടെ ഈ വരവിന് പിന്നിൽ മറ്റുദ്ദേശങ്ങളുണ്ടോ, അതോ അവരുടെ അന്വേഷണത്തിന്റെ സ്വാഭാവിക നടപടിക്രമമാണോ? അവരെ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് അഭിഭാഷകൻ എന്ന നിലയിലുള്ള താങ്കളുടെ വിലയിരുത്തലും? ശ്രീ ഗോപികൃഷ്ണൻ, ഈ വിഷ്വൽസ്, ഈ വാർത്താ വിശദാംശങ്ങൾ ഞാൻ ടെലിവിഷനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം റിപ്പോർട്ടുകൾ വായിച്ചിട്ടാണ് ഇങ്ങനെ ഗൗരവമായിട്ടുള്ള റെയ്ഡുകൾ നടന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ EDയുടെ നടപടിക്രമങ്ങളെ ഇത്തരത്തിൽ തെരുവിൽ തടയുക എന്നത് അത് കേസിൽ കുറ്റാരോപിതരായി നിൽക്കുന്ന വ്യക്തികളുടെ അന്വേഷണ സംബന്ധമായ ഭാവിക്കും വിചാരണയ്ക്കും നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. ക്രിമിനൽ നിയമത്തിലെ അല്ലെങ്കിൽ ക്രിമിനൽ വിചാരണ നടപടിക്രമങ്ങളിലെ ഒരു അടിസ്ഥാന തന്ത്രമെന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ റെയ്ഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PMLA നിയമപ്രകാരം ഇത് എത്രത്തോളം രാഷ്ട്രീയമായി ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ ആളല്ല. പക്ഷേ PMLA നിയമപ്രകാരം റെയ്ഡിന് വരിക അല്ലെങ്കിൽ സെർച്ചിന് വരിക എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കോൺഫർ ചെയ്തിരിക്കുന്ന അധികാരമാണ്. ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ പെൻഡിങ് ആയിട്ടുള്ള കേസ് SFIOയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ്. ഇപ്പോൾ സെർച്ചിന് വന്നിരിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. അപ്പോൾ ED സെക്ഷൻ 17 PMLA നിയമപ്രകാരം റെയ്ഡിന് വരുമ്പോൾ അതിന് കാരണങ്ങൾ എന്താണ് എന്നുള്ളത്, റീസൺ ടു ബിലീവ്, ഈ കേസിനെ സംബന്ധിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, മറ്റ് മെറ്റീരിയൽസ് ഒക്കെ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ റെയ്ഡിന് വരുന്നത്. അങ്ങനെ ആ സെർച്ച് എന്ന് പറയുന്ന പരിശോധനയ്ക്ക് അവർ വരുമ്പോൾ അവർക്ക് പ്രതിബന്ധം സൃഷ്ടിക്കുന്നത് വഴി അത് കേസിൽ ആരാണോ നീതി ആവശ്യപ്പെടുന്നത്, കുറ്റാരോപിതരായി നിൽക്കുന്ന ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക്
ദോഷകരമാവുന്ന രീതിയിലാണ് ഇത് നടന്നത്. ഒരു തരത്തിലും അവരെ ആക്രമിക്കുന്നത് വഴി ഇ ഡിക്ക് തടയിടുവാൻ കഴിയുകയില്ല. അതിശക്തമായിട്ടുള്ള നിയമമാണ് PMLA നിയമത്തിൻ്റെ 65-ാം വകുപ്പ് അനുസരിച്ച് CRPC പ്രൊവിഷൻസിനെ വരെയും ഓവർ റൈഡ് ചെയ്യുന്ന, സെർച്ചിനെ സംബന്ധിച്ച് CRPC പ്രൊവിഷൻസിനെ ഓവർ റൈഡ് ചെയ്യുന്ന, അറസ്റ്റിനെ സംബന്ധിച്ച് CRPC പ്രൊവിഷൻസിനെ ഓവർ റൈഡ് ചെയ്യുന്ന വ്യാപകമായ അധികാരങ്ങളുള്ള ഒരു ഏജൻസിയാണ് ഇ ഡി. അപ്പോൾ ഇ ഡിക്ക് എന്തുകൊണ്ട് ഈ അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ പോലീസ് കുറ്റാന്വേഷണം പ്രാദേശികമായ ഒരു ജൂറിസ്ഡിക്ഷനിൽ നടത്തുമ്പോൾ ഇതിനകത്ത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം, ഒരു കുറ്റകൃത്യം ചെയ്യുന്നതല്ല, അതിൽ നിന്നും ജനറേറ്റ് ചെയ്തിരിക്കുന്ന മോഷണം മുതൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈം, അത് ഏതൊക്കെ തരത്തിൽ വകമാറ്റാമെന്നും ഏതൊക്കെ തരത്തിൽ സംരക്ഷിക്കാമെന്നും ഉള്ളത് പരിശോധിച്ച് അതിനകത്ത് നിയമവിരുദ്ധത പുറത്തു കൊണ്ടുവന്ന് ആ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിനെ അടിസ്ഥാനപ്പെടുത്തി അതൊരു പ്രത്യേക ഒഫൻസാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിയമപ്രകാരം റീസൺസ് ടു ബിലീവ്, എന്തുകൊണ്ടാണ് അവർ സെർച്ച് നടത്തുന്നത് എന്ന് റിപ്പോർട്ടാക്കി അവർ കൈമാറിയതിന് ശേഷം അവർ നടത്തുന്ന ഇത്തരത്തിലൊരു നടപടിക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയ നേതാക്കന്മാർ തെരുവിൽ തങ്ങളുടെ അണികളെ പ്രകോപിപ്പിച്ച് ഇതിന് പ്രതിബന്ധം സൃഷ്ടിക്കാൻ കഴിയുക. ഇ ഡി ഓഫീസേഴ്സിനെ തല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ വാഹനം ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം നീതീകരിക്കപ്പെടുന്നു, അവരുടെ കേസ് കൂടുതൽ ശക്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഇത് കുറ്റാരോപിതയായി നിൽക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ ഒക്കെ തന്നെ പ്രതിബന്ധം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള തീർത്തും അനാരോഗ്യകരമായിട്ടുള്ളൊരു നടപടിയാണ്. ഇപ്പം വെക്സേഷ്യസ് ആയിട്ടുള്ള സെർച്ചാണ് നടക്കുന്നതെന്ന് വെച്ചോ, അതായത് നിയമവിരുദ്ധമായിട്ടുള്ള സെർച്ചാണ് നടക്കുന്നതെങ്കിൽ PMLA നിയമത്തിൻ്റെ 62-ാം വകുപ്പ് അനുസരിച്ച് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകരമായിട്ടുള്ള ഒരു ഒഫൻസാണ്. 2 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന ഒഫൻസാണ്. അപ്പം നിയമം തന്നെ ഒരു ഭാഗത്ത് അധികാരം കൊടുക്കുമ്പോൾ ആ അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടുവാതിരിക്കാനുള്ള പ്രൊവിഷൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തെരുവിൽ അണികളെ കൊണ്ട് ഇത് തടയാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ തെറ്റാണ്. തീർത്തും സംഭവിച്ചു കൂടാത്ത കാര്യങ്ങളാണ്. ഒരു പരിശോധനയല്ലേ നടക്കുന്നത്, ഇവരെ ആരെയും കയ്യാമം വെച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഒരു പരിശോധനയാണ് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി എന്ന് പറയുന്ന അദ്ദേഹം ഇതിനകത്തൊരു കുറ്റാരോപിതനുമല്ല. പക്ഷേ സെക്ഷൻ 17 പ്രകാരം ഏതെങ്കിലും പ്ലേസിൽ അവർക്ക് ഇത് സംബന്ധിച്ച് ഈ ഡോക്യുമെൻറ്റ്സ് അവിടെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അവിടെ കൺസീൽ ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നു എന്നവർക്കൊരു ബോധ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ ആ കാരണം ചൂണ്ടിക്കാട്ടി അവർക്ക് പരിശോധന നടത്താം. ഒരു റെസിഡൻഷ്യൽ പ്ലേസോ ഒരു ഓഫീസോ പരിശോധന നടത്തുമ്പോൾ ആ പരിശോധനയ്ക്കായി ട്രാൻസ്പെറൻ്റായിട്ട് വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇതുപോലെ വഴിയിൽ തടഞ്ഞു അണികളെ പ്രകോപിപ്പിച്ച് അക്രമം ഉണ്ടാക്കുക, അതിൻ്റെ പേരിൽ ഈ അണികൾ തന്നെ ജയിലിൽ പോകും. ഇത് വിഷ്വൽസൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതല്ലേ, തെളിവുകളില്ലേ, അവരുടെ ഭാവിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളതല്ലാതെ ഈ ഇ ഡി അന്വേഷണത്തിനെ ഇത് ഒരു തരത്തിലും പ്രതികൂലമായിട്ട് ബാധിക്കുകയില്ല. ശ്രീ ഗോപികൃഷ്ണൻ, വളരെ അതായത് ഇപ്പോൾ ഈ നടന്ന ആക്രമണ സംഭവങ്ങളുണ്ടല്ലോ, അതിനകത്ത് കേരള പോലീസിന് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മാത്രമല്ല മുൻ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ മകൾ ഉൾപ്പെട്ട കേസാണ്. അദ്ദേഹം കൂടിയുള്ള വസതിയിലാണ് ഈ പരിശോധനകളൊക്കെ നടക്കുന്നത്. പക്ഷേ ആഭ്യന്തരമന്ത്രി, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് ആഭ്യന്തര വകുപ്പിനോ പോലീസിനോ ഈ ഇ ഡി പരിശോധനയെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇത് സ്വാഭാവികമാണോ? തീർച്ചയായിട്ടും ഇ ഡി ലോക്കൽ പോലീസിനെ അറിയിച്ചുകൊണ്ട് ഇത് നടത്തണമെന്ന് PMLA നിയമത്തിൽ പറയുന്നുണ്ടാവില്ല. ഈ സെർച്ച് അവർ കരുതുന്ന തരത്തിലുള്ള, ഞാൻ ഇ ഡി കേസ് ഡൽഹിയിലെ വിവിധ കോടതികളിൽ അപ്പിയർ ചെയ്യുന്നത് കൊണ്ട് ഇ ഡിയുടെ ഒരു നയം എനിക്ക് ആ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അവർ പോകുന്നത്. അത് എപ്പോഴും അത് വളരെ നിശ്ചിതമായിട്ട് അവർ പാലിക്കാറുണ്ട്. ഇത് കേരള പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ കേരള പോലീസിൽ നിന്നും ലീക്കാവും. കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ വളരെയധികം യൂണിയനൈസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസാണ്. പോലീസുകാർ എന്നതിലുപരി അവിടുത്തെ അതിനകത്തെ അംഗങ്ങൾ പലപ്പോഴും അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും അവരുടെ ആശയങ്ങളുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പോലീസ് ഫോഴ്സാണ്. അതുകൊണ്ടായിരിക്കും അവർ കേരള പോലീസിനെ അറിയിക്കാതെ വന്നത്. പക്ഷേ അവർ വന്ന് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടാകുന്ന വേളയിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സംരക്ഷണം പിന്നീട് എപ്പോഴാണോ അവർ അറിയുന്നത് ആ സമയത്ത് വന്ന് സംരക്ഷണം ഒരുക്കുക എന്നുള്ളത് ആവശ്യമാണ്. പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ ഇത്തരത്തിൽ ആക്രമിക്കുകയും തടയുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള അന്വേഷണ വഴിയിൽ പ്രത്യാഘാതം ഉണ്ടാകും. ശ്രീ ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും കേരള പോലീസ് അത് ഡിഫ്യൂസ് ചെയ്യുന്നതിൽ വിജയകരമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പാർട്ടി ഓഫീസിൽ കയറി അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പാർട്ടി ഓഫീസ്
അവിടെ ഒരു സെർച്ച് നടത്തുക അല്ലെങ്കിൽ റെയ്ഡ് ചെയ്യുക, അതൊന്നും ആയിരുന്നില്ല അവരുടെ ഉദ്ദേശം. ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവരെ കസ്റ്റഡിയിലെടുക്കുക, അതിന് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും ഡിഫ്യൂസ് ചെയ്യുവാനും വിജയകരമായിട്ട് കേരള പോലീസിന് കഴിഞ്ഞു. അവരെ അറിയിക്കാഞ്ഞതിൻ്റെ കാരണം ഇത് ലീക്കാകുമെന്നുള്ള ഒരു പ്രായോഗിക സംഭവം കാരണം കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസി ഈ അടുത്ത കാലത്ത് നിരന്തരം നേരിടുന്ന ഒരു ആക്ഷേപമാണ് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏജൻസി എന്നത്. ഒന്ന് ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ചതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ 193 കേസുകൾ ED എടുത്തിട്ടുള്ളതിൽ 2 പേർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അത് ജാർഖണ്ഡിലെ 2 മുൻ മന്ത്രിമാർ. ബാക്കി 191 കേസുകളുടെ കാര്യത്തിലും ഒന്നെങ്കിൽ വിചാരണ ഇല്ലാതെയോ വിധിയില്ലാതെയോ അത് നീട്ടിക്കൊണ്ടു പോകുന്നു എന്നതാണ്. പക്ഷെ അതാത് സമയങ്ങളിൽ ED റെയ്ഡിലൂടെ ഈ ആളുകളെ നിർവീര്യമാക്കാനും അവരെ രാഷ്ട്രീയമായി തളർത്താനുമൊക്കെ ഭരണത്തിലിരിക്കുന്ന പാർട്ടി ശ്രമിക്കുന്നു എന്ന ആക്ഷേപമാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ പിണറായി വിജയന്റെ വീടുകളിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യത്തിലും സമാന സ്വഭാവത്തിൽ തന്നെ ആക്ഷേപം ഉണ്ടാകുന്നു. വലിയ പ്രതിരോധം, രാഷ്ട്രീയ പ്രതിരോധം ഇവിടെ ഉണ്ടാകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൽ ഏതാണ്ട് മ്ലാനതയിൽ കഴിഞ്ഞിരുന്ന പാർട്ടി വീണ്ടും സമരമുഖത്ത് ഊർജ്ജസ്വലമായി മാറുന്ന രാഷ്ട്രീയ കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ED റെയ്ഡോടുകൂടി BJP മറ്റൊരു ആക്ഷേപം നേരിടുകയാണ്. അത് കോൺഗ്രസ് BJP കൂട്ടുകെട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മോഡി ED VD എന്ന ബാനർ എഴുതിക്കൊണ്ടായിരുന്നു ഇന്നത്തെ CPM-ന്റെ പ്രതിഷേധങ്ങൾ മിക്കതും നടന്നത്. എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട്? അങ്ങ് വായിച്ചത് അർത്ഥസത്യമാണ്. കാരണം ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള 50 കേസുകളിൽ 46 കേസുകളും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ധാരാളം കേസുകൾ നമുക്കറിയാം. ഈ പറഞ്ഞതുപോലെ കള്ളപ്പണ ഇടപാടുമൊക്കെ അന്വേഷിക്കുമ്പം സ്വാഭാവികമായിട്ടും തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ ആ തെളിവുകൾ ഇല്ലാത്ത വിധത്തിൽ അത്തരത്തിലുള്ള തട്ടിപ്പൊക്കെ പ്ലാൻ ചെയ്തായിരിക്കും ആ കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ തെളിയിച്ചെടുക്കാൻ സമയമെടുക്കും. അതിനൊക്കെ ഈ പറഞ്ഞതുപോലെ കാലം ആവശ്യമായിട്ട് വരും. അങ്ങനെ മാത്രം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ EDയുടെ സ്ട്രൈക്ക് റേറ്റ് കുറ്റപത്രം സമർപ്പിച്ചത് വെച്ച് പരിശോധിച്ചാൽ 94.3 അപ്പം അങ്ങ് വായിച്ചത് പൂർണ്ണമായും ശരിയല്ലെന്നാണ് അതിനകത്ത് എൻ്റെ അഭിപ്രായം. 2, ഇവിടെ അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതോടുകൂടി CPM ഉയർത്തെഴുന്നേറ്റു എന്നുള്ള അങ്ങയുടെ നറേറ്റീവ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ CPM എന്നൊരു ഗുണ്ടാ പാർട്ടിയാണ്. ഒരു കേസ് അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ തെരുവിൽ കൈകാര്യം ചെയ്യുകയും ഒരു പാവപ്പെട്ട വണ്ടിക്കാരൻ, ഒരു ടാക്സിക്കാരൻ, അയാളുടെ ടാക്സി മൊത്തം ആ 3 വണ്ടികളും അടിച്ച് തകർത്ത് പൊളിച്ച് അയാളുടെ കണ്ണും അടിച്ച് പൊട്ടിച്ചിട്ട് അതിനകത്തൂടെ വീണ്ടും ഊർജ്ജം വീണ്ടെടുത്തു, CPM ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഗുണ്ടാ പാർട്ടിയാണെന്ന് കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വാദങ്ങളൊന്നും ശരിയാവാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഒരു കേസ് അന്വേഷിക്കാൻ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ശ്രീ അഡ്വക്കേറ്റ് അഭിലാഷ്, ഒരു കേസിൻ്റെ അന്വേഷണമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം നടക്കുന്ന ഒരു അന്വേഷണമാണ്. അതിന് തൊട്ടടുത്ത മൊമെന്റിൽ ED അത് അന്വേഷിക്കാൻ തയ്യാറായി. എന്തുകൊണ്ട് അന്വേഷിക്കാൻ തയ്യാറായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ കോടതികളിൽ ഈ കേസ് അന്വേഷണം തടഞ്ഞു വെക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു മദ്രാസ് ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി, കർണാടക ഹൈക്കോടതി, എത്ര കോടതികളിലാണ് ഈ കേസ് അന്വേഷണം പല വഴിക്ക് തടയാൻ CMRലും എക്സാലോജിക്കും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അതിനകത്തുള്ള അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് ഉൾപ്പെടുന്ന ആൾക്കാരുടെ വീടുകളിലേക്ക് റെയ്ഡ് നടത്തുന്നതിൻ്റെ സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. ഇതൊരു ചെറിയൊരു ക്രൈമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു വശത്ത് നിൽക്കുന്നത് ആരാണ്? KSIDCക്ക്, കേരള ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള KSIDCക്ക് ഓഹരി പങ്കാളിത്തമുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് CMRL. ആ CMRL നിന്ന് 2.78 കോടി രൂപ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളുടെ ഒരു ഷെൽ കമ്പനി കൈപ്പറ്റിയിരിക്കുന്നു. 13 സ്റ്റാഫ് മാത്രമുള്ള ആ കമ്പനി എന്ത് സേവനമാണ് CMRL നൽകിയത് എന്ന് മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ CPM നേതൃത്വം തയ്യാറാവണ്ടേ? എന്ത് സേവനത്തിനാണ് 2.78 കോടി രൂപ CMRL നൽകിയിരിക്കുന്നത്? ഇത് അന്വേഷിച്ച SFIയുടെ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? SFIയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന പൈസയെ സംബന്ധിച്ചുള്ള ഒരു ഇൻവോയ്സും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് സംബന്ധിച്ചിട്ടുള്ള ഒരു രേഖകളുമില്ല. ഈ കൊടുത്തിരിക്കുന്നത് മൊത്തം കാണിച്ചിരിക്കുന്നത് അവിടെ നിന്ന് ട്രാൻസ്പോർട്ടിംഗ് ചാർജ്, ചെളി നീക്കൽ ചാർജ് എന്നൊക്കെയാണ്. എന്ത് ചെളിയാണ് CMRL നിന്ന് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി നീക്കിയത്? അത് പറയാനുള്ള ബാധ്യത, ധാർമ്മിക ബാധ്യത ഇവർക്കുണ്ട്. അപ്പോൾ അതിനെ CPM-നെ തകർക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചാൽ അതിനകത്ത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ നരേന്ദ്രമോദിയും അതേപോലെ തന്നെ VD സതീശനും തമ്മിലുള്ള ഡീലാണെന്ന്. എന്ത് ഡീലാണുള്ളത്? ഈ ഡീൽ ആരോപണം നിങ്ങൾ രണ്ടുപേരും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കോട്ടെ. ഇവിടെ മുമ്പ് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല കുറച്ച് മുമ്പ് മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു, ഞങ്ങളെ അറിയിക്കാതാണ് വന്നത്,
ഞങ്ങളെ അറിയിച്ച് വന്നിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ടുന്ന സംരക്ഷണമെല്ലാം ഒരുക്കിയെന്നുള്ളൂ. ശരിയാണ്, നിങ്ങളെ അറിയിക്കാതാണ് വന്നത്. എവിടെയാണ് ലോക്കൽ പോലീസിനെ അറിയിച്ചുകൊണ്ട് കേരളത്തിൽ ED അന്വേഷണത്തിന് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ CBI റെയ്ഡിന് വന്നിട്ടുള്ളത്? ആരെ അറിയിക്കേണ്ടുന്നത്? ആരെ ഇന്ന് മ്യൂസിയം SHO ആയിട്ടിരിക്കുന്നത്? ഇവരുടെ പാർട്ടിയുടെ CPM പാർട്ടിയുടെ സംസ്ഥാന നേതാവ് ആരല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? മ്യൂസിയം SHO ആയിട്ട് പുതിയതായിട്ട് നിയമിച്ച ആരാണെന്ന് അദ്ദേഹത്തെ ആയിരുന്നു അറിയിക്കേണ്ടുന്നത്. ഞങ്ങൾ പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യം. അപ്പോൾ പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ വന്നു, അല്ലെങ്കിൽ ശ്രീമതി വീണ ടിയുടെ വീട് റെയ്ഡ് ചെയ്യാൻ വന്നു. ആ റെയ്ഡ് നടക്കുന്നുണ്ട്, അവിടെ പോലീസ് എത്തി, അവിടെ വലിയ രീതിയിൽ മോബുണ്ടായി, പാർട്ടി പ്രവർത്തകർ വലിയ മുതൽ മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം തീർത്ത് പുറത്തു കൊണ്ടുവരേണ്ട ബാധ്യത കേരള പോലീസിനുള്ളതാണ്. ആ ബാധ്യത നിറവേറ്റുന്നതിൽ കേരളത്തിൻ്റെ പോലീസ് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. എന്നാൽ EDക്ക് 2 കിട്ടിക്കോട്ടെ എന്ന് ഒരു ഡീൽ CPMഉം കോൺഗ്രസും കൂടി ഉണ്ടാക്കിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട്, ഇങ്ങനെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് ഈ അന്വേഷണം ഇല്ലാതാകുന്നുള്ളൂ. ഇത് കൂടുതൽ പ്രൊവക്കേഷൻ ഉണ്ടാക്കുകയല്ലേ ചെയ്യത്തുള്ളൂ. നോക്കൂ, ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചും അക്രമം നടത്തിയും ഏതെങ്കിലും അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചത് കേരള പോലീസ് അല്ലല്ലോ അന്വേഷിക്കുന്നത്, കേന്ദ്ര ഏജൻസികളല്ലേ. അവർ അന്വേഷണമായിട്ട് മുമ്പോട്ട് പോകട്ടെ. ഇതിനകത്ത് നിങ്ങൾക്ക് ജനാധിപത്യമായ മാർഗത്തിൽ പ്രതിഷേധിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവകാശമുണ്ട്, പ്രതിഷേധിക്കും. നോക്കൂ, 9 മണിക്കൂർ CBIക്ക് മുമ്പിൽ പോയി ഹാജരായിരുന്ന ആളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ട് 9 മണിക്കൂറാണ്, ഒരു ദിവസത്തിൻ്റെ 9 മണിക്കൂറാണ് തുടർച്ചയായിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ജയിലിലടക്കപ്പെട്ടിരുന്ന ആളായിരുന്നു ഒരു കേസുണ്ടാക്കിയിട്ട് അമിത്ഷാ. ഞങ്ങളാരും ഞങ്ങളുടെ പാർട്ടിക്കാരും ഈ പറഞ്ഞ തെരുവിലിറങ്ങി ഒരു ഉദ്യോഗസ്ഥരെയും ചീത്ത വിളിച്ചില്ലല്ലോ, ഒരു ഉദ്യോഗസ്ഥനെതിരെ മർദ്ദനം അഴിച്ചുവിട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും കാണിച്ചുകൊണ്ട് കേസന്വേഷണത്തെ അട്ടിമറിക്കാമെന്ന് CPM നേതൃത്വം കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സഖാക്കൾക്ക് പിണറായി വിജയനോടുള്ള ശത്രുത ഇതുവരെ തീർന്നിട്ടില്ല. ഇമാതിരി പണിയൊക്കെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടുതൽ വിജിലൻ്റ് ആവും, കൂടുതൽ കാര്യക്ഷമമായിട്ട് അന്വേഷണമായിട്ട് മുമ്പോട്ട് പോകും. അദ്ദേഹം നൊന്ത് ആരെങ്കിലും വെറുതെ ഇരിക്കുമോ? അത്തരത്തിൽ പിണറായിയെ പിടിച്ച് അകത്തിടുന്നെങ്കിൽ ആകട്ടെ എന്ന് സഖാക്കന്മാർ കരുതിയതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ രാജു പി നായർ, ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ വന്ന വിവരങ്ങൾ അനുസരിച്ച് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സുരക്ഷാ വീഴ്ച സംഭവിച്ചത് എന്ന കാര്യത്തിൽ അതിന് നിങ്ങൾക്ക് ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല എന്നൊരു ന്യായം പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയുമോ? ഒന്ന്. രണ്ടാമത്, സമരമുഖത്ത് CPMന് ഒരു പുനർജീവൻ നൽകുന്നതായി ഇന്നത്തെ സംഭവങ്ങൾ എന്ന് വിലയിരുത്തിയാൽ താങ്കൾ അതിനെ നിഷേധിക്കുമോ ശ്രീ രാജു പി നായർ? മൂന്നാമത്തെ കാര്യം, ഈ നേരത്തെ ശ്രീ MB ജയരാജൻ പറഞ്ഞു ഇതിനകത്തൊരു പൊളിറ്റിക്കൽ വെണ്ടേറ്റ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങളായിരുന്നു അദ്ദേഹം നേരത്തെ വിശദീകരിച്ചത്, അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ, അതിനുള്ള മറുപടി കൂടി. അല്ല, ആദ്യത്തെ ചോദ്യത്തിന് അതിനുള്ള റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ കൊടുക്കും. ഇവിടെ തന്നെ BJP പ്രതിനിധി ഉൾപ്പെടെ പറഞ്ഞല്ലോ, സംസ്ഥാന സർക്കാരിനെ അറിയിച്ചുകൊണ്ടല്ല വന്നത്, അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കും. രണ്ടാമത്തെ അങ്ങ് ചോദിച്ചത് എന്താ പറഞ്ഞ ഈ ശ്രീ ജയരാജൻ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ, ഞാൻ 1-2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിനോട് അല്ല അങ്ങ് നേരത്തെ പറഞ്ഞു അല്ല അങ്ങ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയട്ടെ. കാരണം അദ്ദേഹം ഒരു കാര്യമുണ്ട്, ഞാൻ പറയട്ടെ. അല്ല ശ്രീ MB ജയരാജൻ താങ്കൾ അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ഇന്ന് ED കഴിഞ്ഞതിന് ശേഷം നടത്തിയ അരമിനിറ്റ് സമയമുള്ള ഒരു മറുപടിയിൽ അദ്ദേഹം എങ്ങനെയാണോ നരേന്ദ്രമോദിയെ അമിത്ഷായും കുറ്റപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിച്ചത്, അതേ വൈദഗ്ധ്യത്തോടു കൂടിയാണ് ശ്രീ ജയരാജൻ ഇന്ന് ഈ ചർച്ചയിൽ അത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെ കുറ്റപ്പെടുന്നത്. ഇന്ന് ED റെയ്ഡ് നടത്തിയതിനു ശേഷം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെ ഒരു അക്ഷരം മിണ്ടാതിരുന്ന മറ്റൊരു CPM നേതാവ് ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട് ഇന്നത്തെ ഈ ചർച്ചയിൽ. പകരം അദ്ദേഹം രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയാണ് ആക്രമിക്കുന്നത്. പിന്നെ ഈ പറയുന്നതാണ്, എന്താണ് പിണറായി വിജയൻ മംഗലാപുരത്ത് പോയി പ്രസംഗിച്ചു. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ സിദ്ധരാമയ്യാണ് പറഞ്ഞത്, ഭോപ്പാലിൽ നിന്നും ഡൽഹിയിൽ നിന്നും രാത്രിക്ക് രാത്രി വിമാനം കയറി ഓടി ഒളിച്ചപ്പോൾ സിദ്ധരാമയ്യ പറഞ്ഞു, നിങ്ങൾ RSSനെതിരെ സംസാരിക്കുമെങ്കിൽ ഞാൻ സംരക്ഷണം തരാം. അങ്ങനെയാണ് മംഗലാപുരത്ത് പോയി അദ്ദേഹം പ്രസംഗിക്കുന്നത്. ആയിരക്കണക്കിന് സിദ്ധരാമയ്യ കൊടുത്ത പോലീസിന്റെ ചുറ്റും നിന്നുകൊണ്ട് മറ്റേ വടിവാളിന്റെ ഇടയിൽ കൂടി നടന്നു വന്നാണെന്നൊക്കെ പറഞ്ഞ വിഖ്യാതമായ പ്രസംഗമുണ്ടല്ലോ, അത് അങ്ങനെയാണ് നടത്തിയത്. പിന്നെ ഏതോ ഒരു ഉച്ചക്കിറുക്കിൽ ഏതോ ഒരാൾ അദ്ദേഹത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞു എന്നാണ്. ആ ഉച്ചക്കിറുക്ക് നടത്തിയ ഒരാൾ മധ്യപ്രദേശിലുള്ള ആളാണ്. അയാളെ BJP പുറത്താക്കി, വേണം ജിതിൻദാവിന് കൺഫേം ചെയ്യാം. അയാളെ BJP പുറത്താക്കി. എന്നിട്ട് അതിനുശേഷം മധ്യപ്രദേശ് പോലീസ് അയാൾക്കെതിരെ കേസെടുത്തു. ആ കേസ് എന്തായെന്ന് ഇതുവരെ അറിയാൻ പാടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് വില പറഞ്ഞിട്ട് കേരളത്തിലെ പോലീസിനൊരു കേസ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വെറുതെ ഇങ്ങനെ വന്നിട്ട് ചർച്ചയ്ക്ക് വന്നിട്ട് തള്ളാൻ വേണ്ടി പറയുന്ന സാധനമാണ്. ഏതോ ഒരു ഉച്ചക്കിറുക്കൻ പറഞ്ഞതിന് BJP പോലും പുറത്തായി കളഞ്ഞു. ദയവ് നിങ്ങളിങ്ങനെ അഭാസരാവല്ലേ ഇനിയും പറഞ്ഞോളൂ. പിന്നെ അങ്ങ് ചോദിച്ച രണ്ടാമത് അങ്ങ് ചോദിച്ച ചോദ്യം ഇതേതാണ്ട് വലിയ സമരമുഖത്തേക്ക് വന്ന് വലിയ സംഭവം ഉണ്ടായി. ശ്രീ ഗോപികൃഷ്ണൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ അവസാനം പൊതുജനങ്ങളുടെ വികാരം എന്താണെന്നുള്ള കാണിച്ചു. ഞാനത് കണ്ടുകൊണ്ടാണ് ചർച്ചയിലേക്ക് കയറുന്നത്. അതിനകത്ത് ജനങ്ങൾ മുഴുവൻ പറഞ്ഞത് ഇത് എന്ത് തോന്നിയാസമായി കാണിക്കുന്നതെന്നാണ്.
അന്വേഷണം നടക്കെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്നല്ല ചോദിക്കുന്നത്. ജനങ്ങളുടെ വികാരം അതാണ്. ഇന്ന് കാണിച്ച സംഭവം ഉൾപ്പെടെ 10 ദിവസം പോലും അധികാരത്തിലില്ലാത്തൊരു ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലിരിക്കുമ്പോൾ കാണിക്കുന്ന നെറികേട് മുഴുവൻ ഇവരെ തീർക്കാൻ പോകുന്നതാണ്. ഈ ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാതെ വീണ്ടും ആ പാർട്ടിയെയും പിണറായി വിജയനെയും തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. പിണറായി വിജയൻ പ്രതിയല്ലാത്തൊരു കേസിൽ, ശശിധരൻ കർത്ത 1-ാം നമ്പർ പ്രതിയായിട്ടുള്ള കേസിൽ 12-ാം പ്രതിയായിട്ടുള്ള വീണ വിജയനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിൽ എങ്ങനെയാണ് CPM അത് പിണറായി വിജയനെ ആക്കി മാറ്റുക? അദ്ദേഹം ചോദിച്ചാൽ എങ്ങനെയാണ് വീണ വിജയൻ്റെ വീട്ടിൽ പോയാൽ പോലെ? ശ്രീ ജയരാജൻ അങ്ങ് മറുപടി പറയണം. സെപ്റ്റംബർ 3, 2016 സെപ്റ്റംബർ 3, 2016 നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കെ ബാബു എന്ന് പറയുന്ന അന്നത്തെ അതിനു മുമ്പുണ്ടായ എക്സൈസ് മിനിസ്റ്ററുടെ എതിരെ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് കേസ് ഉണ്ടായിരുന്നു. കേരളത്തിലെ വിജിലൻസ് അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളുടെ പാലാരിവട്ടത്തെയും തൊടുപുഴയുടെയും വീട്ടിൽ റെയ്ഡ് നടത്തി. ഒന്ന് ജയരാജൻ പറ, എന്തുകൊണ്ടാണ് അങ്ങനെ നടത്തിയത്? കെ ബാബുവിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ് കിട്ടാൻ വേണ്ടി നടത്തിയ റെയ്ഡല്ലേ അദ്ദേഹത്തിൻ്റെ പെൺമക്കളുടെ വീട്ടിൽ? അപ്പോൾ മകളായ ഈ കേസിലെ പ്രതിയായിട്ടുള്ള വീണ വിജയൻ താമസിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒപ്പം ഔദ്യോഗിക കാറിൽ നടന്നിരുന്ന ആളല്ലേ വീണ വിജയൻ? ക്ലിഫ് ഹൗസിൽ താമസിച്ചിരുന്ന ആളല്ലേ വീണ വിജയൻ? AKG സെന്ററിന്റെ അഡ്രസ് ഉപയോഗിച്ച് കള്ളക്കമ്പനി ഉണ്ടാക്കിയ ആളല്ലേ വീണ വിജയൻ? മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ ഭർത്താവായിരുന്നില്ലേ? ആ വീടുകളിൽ താമസിക്കുന്ന വീണ വിജയൻ രേഖകൾ ഒളിപ്പിക്കാൻ സാധ്യതയുള്ളിടത്ത് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങളെ സംബന്ധിച്ചുള്ള മീഡിയക്കെതിരെ ഞങ്ങളുടെ നിലപാടുണ്ട്, ഒരു സംശയവും വേണ്ട. രാഷ്ട്രീയ ഉപകരണമാണ്. ആ രാഷ്ട്രീയ ഉപകരണം പലതരത്തിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. ശ്രീ MP ജയരാജൻ, ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് എന്ന് താങ്കൾ ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞല്ലോ. മറ്റൊരു സന്ദർഭത്തിൽ, അതായത് കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ബിനീഷിനെതിരെ ഒരു കേസ് ഉണ്ടായപ്പോൾ ഈ നിലപാടല്ലല്ലോ പാർട്ടി സ്വീകരിച്ചത്. പാർട്ടി സെക്രട്ടറിയുടെ മകൻ ചെയ്ത തെറ്റിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം പാർട്ടിക്കില്ല എന്നാണല്ലോ അന്നത്തെ നിലപാട്. അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഈ കേസിനുള്ളത് ശ്രീ MP ജയരാജൻ? അതും ഇതും തമ്മിലുള്ള വ്യത്യാസം, മാത്യു കുഴൽനാടൻ കൊടുത്ത കേസുകളിലെല്ലാം പിണറായി വിജയനെ മുഖ്യസ്ഥാനത്ത് നിർത്തിക്കൊണ്ടായിരുന്നു. മകൾക്ക് CMRL കമ്പനിയിൽ നിന്ന് ഒരു കരാറ് കിട്ടാൻ വേണ്ടി സർക്കാരിൻ്റെ പുറമ്പോക്ക് ഭൂമി ഈ കമ്പനിക്ക് കൊടുത്ത പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഹർജി. അത് ഇപ്പോൾ ED കോട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തെളിവുമില്ലാത്ത ഒരു ഹർജി മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയല്ലോ. ഒരു നിവേദനം കൊടുത്തപ്പോൾ എക്സാം ആൻഡ് പുട്ടപ്പ് എന്ന് എഴുതി വെച്ചാൽ പരിശോധിച്ച് സമർപ്പിക്കുക എന്ന് ഏത് മന്ത്രി എഴുതുന്ന ഒരു കടലാസ് കാണിച്ചത് പുറമ്പോക്ക് ഭൂമി ഈ കമ്പനിക്ക് സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ചു പോയതല്ലേ. അതുകൊണ്ട് പിണറായി വിജയനെയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളത് വ്യക്തമാണ്, അതിലൊരു തർക്കവുമില്ല. അതാണ് രാഹുൽ ഗാന്ധി പിണറായി വിജയനെ എന്താ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇനി ഈ കേസിൻ്റെ കുറച്ച് മെറിറ്റിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ദയവായി സമയം അനുവദിച്ചാൽ, വീണ വിജയൻ ഒരു കമ്പനിയുമായി, വീണ വിജയൻ ഡയറക്ടറായ കമ്പനി മറ്റൊരു കമ്പനിയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. സോഫ്റ്റ്വെയർ മേഖലയിലെ ഒരു സേവനം, അതിന് കരാർ പ്രകാരമുള്ള പ്രതിഫലം കിട്ടുന്നു. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് അടക്കമുള്ളതാണ് ആ കരാർ. അങ്ങനെ പ്രതിഫലം വാങ്ങിയതിനെയാണ് ചെളി നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ വിജയൻ്റെ കമ്പനി പ്രതിഫലം വാങ്ങിയെന്ന് പറയുന്നത്. അത് ഒരു വലിയ തമാശയാണ് കേട്ടോ. മാത്യു കുഴൽനാടൻ പോലും അത് പറഞ്ഞിട്ടില്ല കേട്ടാ. അപ്പോൾ കൃത്യമായ ഒരു IT കമ്പനി, IT മേഖലയിൽ നമുക്കറിയാലോ, വർക്ക് ഫ്രം ഹോം എന്ന നിലയിലേക്ക് വളർന്നു വന്നല്ലോ. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, അത് കൃത്യമായിട്ട് ചോദിച്ചൊരു ചോദ്യം, ഇത് ഏത് സേവനമാണ്, ഏത് കമ്പനിയുടേതാണ്, ഇത് CMRL ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി ഇവിടെ നിൽക്കുന്നുണ്ട് എന്നാണ് ശ്രീ ജിതിൻ ദേവ് താങ്കൾ ഓർമ്മപ്പെടുത്തുന്നത്. അത് ജിതിൻ ദേവിനെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആ മൊഴിയെ ഈ കമ്പനിയുടെ MD
ഇൻ്ററിംഗ് സെറ്റിൽമെൻറ്റ് ബോർഡിലേക്ക് ഇൻകം ടാക്സിൻ്റെ ബോർഡിലേക്ക് കൊടുത്ത ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ ആധികാരികമായിട്ടുള്ള ആളല്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് MD കൃത്യമായി പറയുന്നുണ്ട് ഈ എക്സാലോജിക്കിന് ഇങ്ങനെയൊരു കരാർ കൊടുത്തിട്ടുണ്ട്, അവർ സേവനം നൽകിയിട്ടുണ്ട്, അവർക്ക് പ്രതിഫലം നൽകിയിട്ടുണ്ട്. ആ വിശദാംശങ്ങളെല്ലാം തന്നെ ഇൻ്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിലേക്ക് കൊടുത്ത രേഖയിലുണ്ട് എന്ന് മാത്രമല്ല ആ സേവനത്തിന് പ്രതിഫലം വാങ്ങിയിട്ടുണ്ട്. ജോലി ചെയ്തതിന്റെ വേതനമാണ്. ജോലി ചെയ്തതിന്റെ വേതനം വാങ്ങുമ്പോ അത് യഥാർത്ഥത്തിൽ ആ കമ്പനി അത് അവരോട് ചോദിക്കണം. അതായത് ഈ IT കൺസൾട്ടൻസി സർവീസ് എന്ന് പറഞ്ഞാൽ എന്ത് സർവീസാണ്, ഏത് സേവനമാണ് നൽകിയത്, ഏത് സേവനത്തിന്റെ പ്രതിഫലമാണ് 2.78 കോടിയായി ലഭിച്ചത്? 2, EICPL അതായത് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ശശിധരൻ കർത്തയുടെ അവർ എക്സാലോജിക്കിന് 50 ലക്ഷം രൂപയുടെ ലോൺ അനുവദിച്ച സംഭവം, അതിനെക്കുറിച്ചിട്ടുള്ള പരിശോധനയും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതെ, അതിലെല്ലാമുള്ള വസ്തുത എന്ന് പറയുന്നത് ഇവർ ആ കമ്പനിക്ക് നൽകിയ സേവനത്തിനുള്ള IT കൺസൾട്ടൻസി സേവനത്തിനുള്ള ആൻഡ്വൻ മെയിൻ്റനൻസ് അടക്കമുള്ള കരാറിൻ്റെ ഭാഗമായി കിട്ടിയ വേതനമാണ്. അതിൽ വേറെയൊരു തെറ്റുമില്ല. ഒന്ന്, ആ സേവനം ആവശ്യപ്പെട്ട് കരാറുണ്ടാക്കിയ കമ്പനി അത് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു, ഇവർ അത് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. ഈ പണമെല്ലാം കിട്ടിയത് നിങ്ങളിപ്പോൾ 20 crore എന്നാണ് പറഞ്ഞെങ്കിൽ അത് തെറ്റാണ് കേട്ടോ ഗോപികൃഷ്ണ. 20 crore ഒന്നും ഇല്ല, ടാക്സ് അടച്ചിട്ടുണ്ട്. കൃത്യമായി കിട്ടിയ പണത്തിന് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ടാക്സ് അടച്ചിട്ടുണ്ട്. കൈക്കൂലി വാങ്ങുന്നതിന് ആരെങ്കിലും ടാക്സ് അടക്കും? GST അടച്ചില്ല എന്നാണോ മാത്യു കുഴൽനാട് ഒരു കാലത്ത് ഉയർത്തിക്കൊണ്ടുവന്നത്? അതിൻ്റെ രേഖ പുറത്തു വന്നു. ഇതടക്കമുള്ള വരുമാനത്തിന് വീണ വിജയൻ കൃത്യമായി ഇൻകം ടാക്സ് അടക്കുന്നുണ്ട്. അപ്പോൾ നിയമാനുസൃതമായി പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയുടെ, ഒരു സംരംഭകയുടെ അവർ ജോലി ചെയ്തതിനുള്ള വേതനമാണ് ഈ CMRL കമ്പനിയിൽ നിന്ന് വാങ്ങിയത്. പിന്നെ ആ കമ്പനിക്ക് എന്തെങ്കിലും അഭീതമായി സർക്കാർ എന്തെങ്കിലും ആനുകൂല്യം അതില്ലെന്ന് വിജിലൻസ് കോടതി കണ്ടെത്തിയല്ലോ. അല്ല, സോഫ്റ്റ്വെയറിന്റെ പേരല്ലേ പറഞ്ഞത്? അല്ലല്ല, ആ സേവനത്തിൽ IT കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള സേവനമാണ്. ആ സേവനം എന്താണെന്നുള്ളതാണ് ശ്രീ MB ജയരാജൻ. എന്ത് സേവനത്തിനാണ് 2.78 കോടി രൂപ കിട്ടിയത് എന്നതിലല്ലേ നമ്മുടെ അവ്യക്തത നിൽക്കുന്നത്? അതെ, അത് അല്ലല്ല, വർഷങ്ങളായി ആ സേവനത്തിന്റെ വേണ്ടിയുള്ള പ്രതിഫലത്തിന്റെ ഭാഗമാണ് ഈ തുക. അത് കൃത്യമായി ഞാൻ ഒറ്റയൊന്നും കാര്യം ചോദിക്കാം. ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി കരാറുണ്ടാക്കിയാൽ അത് അക്കൗണ്ട് ത്രൂ പണം അടച്ചാൽ അതിലെന്തെങ്കിലും അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടല്ലേ ശശിധരൻ കർത്തയുടെ വ്യക്തിപരമായ കമ്പനിയല്ല, വീട്ടിലെ മാത്രം കമ്പനിയല്ല, അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ആ കമ്പനിയെ പറ്റി ഞാൻ പറഞ്ഞു. ആ കമ്പനി പിന്നീട് നിങ്ങളെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമായി കരാറുണ്ടാക്കി, KMML-യുമായി കരാറുണ്ടാക്കി, KSIDC-യുമായി കരാറുണ്ടാക്കി. ഈ കരാറ് ഉമ്മൻചാണ്ടിയുടെ കാലത്താണെന്ന് ഓർത്തോളണം. ഈ സംയുക്ത സംരംഭം ഉമ്മൻചാണ്ടിയുടെ കാലത്താണെന്ന് ഓർത്തോളണം. ഒരു കാര്യമേ ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിണറായി വിജയൻ്റെ മകൾ അവിഹിതമായ വിധത്തിൽ ഈ CMRL കമ്പനിയിൽ നിന്ന് യാതൊന്നും കൈപ്പറ്റിയില്ല. ബാങ്ക് ത്രൂ ആണ് പ്രതിഫലം പറ്റിയത്. അതിന് ടാക്സ് അടച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഭയപ്പെടാനൊന്നുമില്ല. ഇനി വേറൊരു കാര്യം പറയട്ടെ, ഇനിയത്തെ അത് ഞാൻ കേട്ടു. അതിന്റെ ഈ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഇതിന്റെ നിയമപരമായ വഴികളിലൂടെ ഇനി എന്താണ് ഇതിനകത്ത് സംഭവിക്കാനുള്ളത്? ഈ കേസിൽ അല്ലല്ല, ഒറ്റ മിനിറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഒറ്റ മിനിറ്റ് ഞാൻ വരാം. ഒറ്റ മിനിറ്റ് വരാം. ശ്രീ അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഇതിന്റെ ഈ കേസിന്റെ ഒരു ഭാവി എന്താകും? ശ്രീ ഗോപികൃഷ്ണൻ, ഈ ടാക്സ് അടച്ചു എന്നതുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുണ്ടാക്കിയ പണം നിയമവിധേയമാകുന്നില്ല. ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വഴി അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നികുതി അടയ്ക്കുക എന്നുള്ളത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമിനെ വെളുപ്പിക്കുവാനുള്ള വഴിയല്ല.
മണി ലോണ്ടറിങ് നിയമപ്രകാരം നികുതി അടച്ചാണ് ഒരു തെറ്റായ രീതിയിൽ അവിഹിതമായിട്ട് ധനമാർജിച്ചതെങ്കിൽ അത് വിഹിതമാകുന്നില്ല. എപ്പോഴാണോ ഒരു ക്രൈമിൽ നിന്നും, അഴിമതിയോ വാട്ടെവർ ഇറ്റ് ബി, ഒരു ക്രൈമിൽ നിന്നും ജനിതകമായ ഒരു പണം നിയമപരമാണ് എന്ന് നാം ക്ലെയിം ചെയ്യുന്നത്, അതാണ് ലോണ്ടറിങ്. അപ്പോൾ ഈ നികുതി അടച്ചു എന്നത് തന്നെ മണി ലോണ്ടറിങ് ആക്ടിൻ്റെ റെലവൻറ്റ് പ്രൊവിഷൻസ് 3 and 4 അട്രാക്ട് ചെയ്യപ്പെടുവാനുള്ള ഒരു വഴിയാണ്. ഇവിടെ വൈറ്റ് കോളർ ക്രൈം എന്ന് പറയുന്നതും നമ്മുടെ പരമ്പരാഗത ക്രൈംസും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. വൈറ്റ് കോളർ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോർപ്പറേറ്റ് സൗധങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ സംവിധാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അഴിമതി മൂലവും മറ്റു വഴികളിലൂടെയും പണമുണ്ടാക്കുക, അത് നിയമപരമാണ് എന്ന് ക്ലോത്ത് ചെയ്ത് പലതരത്തിലുള്ള കരാറുകൾ ഉണ്ടാക്കി ഷെൽ കമ്പനികളിലൂടെയും മറ്റും പണം ആർജിച്ചെടുക്കുക. അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം അധികാരം കൊടുത്തിട്ട് PMLA നിയമം കൊണ്ടുവന്നത്. നിയമപരമായിട്ട് ഈ അന്വേഷണം നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ പോവുകയാണ് ചെയ്യേണ്ടത്. നാം ഈ ഒഫൻസിനെ കുറിച്ച് ഇതിൻ്റെ കഥകൾ മുഴുവൻ പാരായണം ചെയ്യാതെ ഇന്നത്തെ പരിമിതമായ ഈ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെർച്ചിനെ തടഞ്ഞ് ഇത്ര തരത്തിൽ അക്രമം അവിടെ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നു. അവർ ആ വീട്ടിൽ വന്ന് പരിശോധിച്ച് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ അതിനെ അനുവദിക്കുകയായിരുന്നില്ലേ വേണ്ടത്? അത് വെക്സേഷ്യസ് സെർച്ച് ആയിരുന്നെങ്കിൽ കോടതിയിൽ പോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ഇന്ന് പ്രതിപക്ഷ നേതാവാണ്. ഇവരെല്ലാം നിയമത്തെ, അവരുടെ സത്യപ്രതിജ്ഞ പ്രകാരം ഈ നിയമത്തെ മാനിക്കുവാനും നിയമപരമായിട്ടുള്ള വഴികളെ ഉയർത്തിപ്പിടിക്കുവാനും ബാധ്യസ്ഥരായിട്ടുള്ള വ്യക്തികളാണ്. അവരുടെ സത്യപ്രതിജ്ഞ തന്നെ അതാണ്. എന്നിരിക്കെ നിയമപരമായിട്ടുള്ള വഴികളൊക്കെ ഉള്ളപ്പോൾ ഇവരെ സെർച്ച് ചെയ്യുവാൻ അനുവദിക്കില്ല എന്നൊരു മർക്കടമുഷ്ടി കാണിച്ച് അണികളെ ഇളക്കി വിട്ട് ഇത്തരത്തിലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയതിനകത്ത് ഒരു നീതീകരണവുമില്ല. ഇവിടെ ഇന്നത്തെ ദിവസം ഇതാണ് ശ്രീ ഗോപികൃഷ്ണൻ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളത്. ശ്രീ എം വി ജയരാജൻ, ഒന്ന്, ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി വരുന്നു, അവരുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായി അവരുടെ പരിശോധനകൾ നടക്കുന്നു, അത് കഴിഞ്ഞ് മടങ്ങുന്ന സംഘം ആക്രമിക്കപ്പെടുന്നു. അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് എത്തുമ്പോൾ അവർ പാർട്ടി ഓഫീസിനകത്ത് കയറി നിൽക്കുന്നു, അവരെ വിട്ടുതരില്ല എന്ന നിലപാടെടുക്കുന്നു. ഈ നീതിന്യായ ഈ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ? നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നതോ അക്രമം നടത്തുന്നതിനോ ആരും യോജിക്കുന്നില്ല. ശ്രീ അഡ്വക്കേറ്റ് അഭിലാഷ് നിയമത്തിൻ്റെ വശങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വിസ്മരിച്ചു പോകരുത്. ഇന്ന് റെയ്ഡ് നടത്തിയ 3 സ്ഥലത്ത് നിന്നും ആ റെയ്ഡിന് ശേഷം കൊടുത്ത കടലാസുകളുടെ കോപ്പിയാണിത്. കണ്ണൂരിലത് ഞാൻ വായിക്കാം. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ സെർച്ച് പ്രൊസീഡിങ്സ് നിൽ ഇൻക്രിമിനേറ്റിംഗ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡിവൈസസ് ഹാസ് ബീൻ റിക്കവേർഡ്. അവിടെ വീട്ടിലുള്ള, സാധാരണ പിണറായി വിജയൻ വീട്ടിലില്ലാതിരുന്നാൽ ഒരു പ്രായമുള്ള നാണുവേട്ടൻ അവിടെ വീട്ടിലുണ്ടാവും. അത് കണ്ടു ശ്രീ എം വി ജയരാജൻ. പക്ഷേ ഒരു സെർച്ച് നടക്കുമ്പോൾ എന്തെങ്കിലും കിട്ടണമെന്നില്ലല്ലോ, കിട്ടാതിരിക്കുകയും ചെയ്യാം. പറഞ്ഞു കഴിഞ്ഞില്ല. ഇങ്ങനെയൊന്ന് കിട്ടിയിട്ടുള്ള നമുക്ക് ഈ ലക്ഷ്യം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത് മോഡിയും അമിത്ഷായും ചേർന്ന് അവരുടെ രാഷ്ട്രീയത്തിനെതിരായി ശക്തമായി പ്രതിരോധിക്കുന്ന പിണറായി വിജയനെ വേട്ടയാടുകയല്ലാതെ വേറെന്താ? അല്ല, ഈ തിരുവനന്തപുരത്ത് നടത്തിയ സെർച്ചിനെ കുറിച്ച് ശ്രീ എം വി ജയരാജൻ അതിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു, ഇൻവെസ്റ്റ്മെന്റ്സ് ബാങ്ക് FD ഡീറ്റെയിൽസ് ആർ ഫൗണ്ട് ഡ്യൂറിംഗ് ദ സെർച്ച്, ദ സെയിം ഈസ് ബീങ് അനലൈസ്ഡ് എന്നുകൂടി പറയുന്നുണ്ട്. അതെ പറയട്ടെ, അതും കൂടി ഞാൻ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിങ്ങളിപ്പോൾ വായിച്ചുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ഇത് കണ്ടോ, അവസാനം അനക്സർ എ ഡിസ്ക്രിപ്ഷൻ, ഇതാ കണ്ട കാലി. ഇനി തിരുവനന്തപുരം ഒരു മൊബൈൽ ഫോൺ എടുത്തു, കുറച്ച് കടലാസ് കൊടുത്തു. ഈ കഴിഞ്ഞ വർഷങ്ങളിലാകെ വീണ വിജയൻ ഒരു കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിൽ കിട്ടിയ പ്രതിഫലം അതെന്തോ കള്ളപ്പണമാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ രാഷ്ട്രീയമായി BJPയുടെ സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും മുൻകൈയെടുത്തുകൊണ്ട് BJPക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന. ഏതായാലും ശ്രീ എം വി ജയരാജൻ, രാഷ്ട്രീയ പ്രേരിതമോ അല്ലയോ, ഏതായാലും EDയുടെ പരിശോധനകളും അന്വേഷണങ്ങളും നിയമവഴിക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഏത് നിലയ്ക്ക് പ്രതിരോധിക്കണമെന്ന കാര്യത്തിൽ CPMൽ ആശയക്കുഴപ്പമുണ്ടോ? അത് അക്രമത്തിന്റെ വഴിയിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ അതൊരു ക്രമസമാധാന പ്രശ്നമായി പരിഗണിക്കപ്പെടില്ലേ? ഇതാണോ അന്വേഷണ ഏജൻസികളോട് പ്രതികരിക്കേണ്ട വിധം എന്നതുൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ ദിനങ്ങളാണ് കേരളത്തിന് മുന്നിലേക്ക് ഇനി വരാനിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. ഇന്നത്തെ സംഭവവികാസങ്ങളിലൂടെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടറോടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.